ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ മുസ്തഫ വഅലാ ആലിഹി വസഹബിഹിൽ മുർത്തദ. ബഹുമാന്യരായ നാട്ടുകാരെ, സ്നേഹസമ്പന്നരായ നേതാക്കളെ, ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റൊരു ആഗസ്റ്റ് 15 കൂടി നാം ആഘോഷിക്കുകയാണ്. ഒരു സ്വാതന്ത്ര്യ ദിനം കൂടി നമ്മെ തേടിയെത്തുകയാണ്. ജീവിക്കുന്നുവെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ അന്തസ്സോടെ ജീവിക്കേണ്ടതുണ്ട്. ആധുനിക ദേശരാഷ്ട്രഘടനയിൽ പൗരൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. പൗരൻ ആയവർക്ക് മാത്രമാണ് രാജ്യങ്ങൾ സംരക്ഷണവും സകല സഹായങ്ങളും പദവികളും നൽകുന്നത്. പൗരനല്ലാത്തവർ വിദേശിയാണ്. വിദേശി എന്നാൽ ഒരു രാജ്യത്ത് നിന്ന് എത്രയും വേഗം മറ്റു രാജ്യത്തേക്ക് കടത്തപ്പെടേണ്ടവൻ, ഈ രാജ്യത്ത് യാതൊരു അവകാശങ്ങളും ഇല്ലാത്തവൻ എന്നതാണ്. അവന് വോട്ട് ചെയ്യാൻ സാധ്യമല്ല, പാസ്പോർട്ടില്ല, ഭൂമി സ്വന്തമാക്കാനാവില്ല, ജോലി നേടാൻ സാധ്യമല്ല. ഒരു രാജ്യം നൽകുന്ന യാതൊരു അവകാശങ്ങളും അവന് ഇല്ല. ചുരുക്കത്തിൽ അവന് നഷ്ടപ്പെടാൻ പോകുന്നത് സ്വാതന്ത്ര്യം തന്നെയാണ്, അഥവാ ജീവിതം തന്നെയാണ്. ഇന്ത്യയിലെ പ്രമുഖ ന്യൂനപക്ഷങ്ങളായ മുസ്ലിം സമൂഹത്തെ വിദേശികളാക്കി മാറ്റി പൗരത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള നിയമമാണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്. ദേശീയ പൗരത്വ രജിസ്റ്റർ അഥവാ NRC. അത് തയ്യാറാക്കുമ്പോൾ അതിൽ നിന്ന് മുസ്ലിങ്ങളെ മാത്രം മാറ്റി നിർത്താൻ നിലവിലുള്ള സംഘീയ ഭരണകൂടത്തിന് സാധിക്കും. അതിന് കഴിയുന്ന വിധത്തിലാണ് NRC വ്യവസ്ഥകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മുസ്ലിങ്ങളെ മാത്രം ഒഴിവാക്കുന്ന പൗരത്വ നിഷേധ നിയമത്തിനെതിരെ ഇന്ത്യയിൽ ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങൾ കോവിഡ് കാലത്തിൻ്റെ പശ്ചാത്തലം പരിഗണിച്ചുകൊണ്ട് നിർത്തിവച്ചിരിക്കുകയാണ്. അത് പുനരാരംഭിക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടെ ഓൺലൈനിൽ അതിന് തുടക്കം കുറിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് തുല്യ പൗരത്വ നിഷേധം CAA NRCക്കെതിരെ നടക്കുന്ന ഈ പ്രക്ഷോഭ സംഗമത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളിയാവുകയും സോഷ്യൽ മീഡിയയിലൂടെ ഈ ഉതിർത്തിവിടുന്ന ഈ പ്രക്ഷോഭത്തെ എല്ലാ അർത്ഥത്തിലും ഏറ്റെടുക്കുകയും അതിൽ പങ്കാളികളാവണമെന്ന് വിനീയ പുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. ഈ ദിനത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് സർവശ്രീ ET മുഹമ്മദ് ബഷീർ MP, TN പ്രതാപൻ MP, എഴുത്തുകാരനും നോവലിസ്റ്റുമായ P സുരേന്ദ്രൻ അവർകൾ, ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി അലിയാർ കാസിമി, ശിഹാബ് പോക്കൂട്ടൂർ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി, സൈഫുദ്ദീൻ അൽ കാസിമി ചെയർമാൻ ജുമാ മസ്ജിദ് കൊടുങ്ങല്ലൂർ, ജമാഅത്തെ ഇസ്ലാം ജില്ലാ പ്രസിഡന്റ് സഹോദരൻ മുനീർ വരന്തരപ്പള്ളി എന്നിവരാണ്. അവരെല്ലാവരെയും സ്നേഹപുരസ്സരം ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം അഭിമാനത്തോടു കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി അവസാനം വരെ ശ്രവിക്കുന്ന നിങ്ങളേവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തെ ബാധിച്ച മഹാമാരി ഭാരതത്തെയും ഇന്ത്യയെയും വലിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. കോവിഡിൽ ഇന്ത്യ പകച്ചു നിൽക്കുകയാണ്. ഇന്ത്യൻ ജനങ്ങളുടെ നിത്യജീവിതം താറുമാറായിരിക്കുകയാണ്. മരണസംഖ്യ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ കോവിഡ് പോസിറ്റീവിൻ്റെ എണ്ണം സർക്കാർ ഔദ്യോഗിക കണക്കുകളേക്കാൾ അപ്പുറത്താണ്. തൊഴിലില്ലാത്തവർ, തൊഴിൽ നഷ്ടപ്പെട്ടവർ, അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കണ്ണീര് മുടക്കുന്നവർ, ആശുപത്രികളിൽ ചികിത്സിക്കാൻ സൗകര്യമില്ലാത്തവർ, മരുന്ന് കിട്ടാത്ത മഹാഭൂരിപക്ഷം, ഇങ്ങനെ ജനം പകച്ചു നിൽക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ അവരുടെ അജണ്ടകൾ പിന്നാമ്പുറത്തു കൂടെ വീണ്ടും നടപ്പിലാക്കി വരുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ത്യൻ ഭരണഘടനയുടെ എല്ലാ മൂല്യങ്ങളെയും തത്വങ്ങളെയും പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട്
അധികാരത്തിന് ഭൂരിപക്ഷമുണ്ട് എന്നുള്ള അഹങ്കാരം ഉപയോഗിച്ച് മോദി സർക്കാർ BJP സർക്കാർ പാസ്സാക്കിയ പൗരത്വ ഭേദഗതി നിയമം, ആ നിയമം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്ത് പ്രഗത്ഭനായ അഭിഭാഷകൻ കപിൽ സിബലിനെ എൻ്റെ അഭിഭാഷകൻ വെച്ച് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഈ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് വരെ കാത്തുവെക്കാതെ ഇപ്പോൾ ചുളിവിലൂടെ പലതും നടത്തുകയാണ്. ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി സമരം ചെയ്ത ആളുകളെ ഒറ്റതിരിഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലുണ്ടായ കലാപത്തിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രം മനഃപൂർവ്വം പ്രതികളാക്കി പീഡിപ്പിക്കുകയാണ്. ഇന്ത്യ രാജ്യം മതനിരപേക്ഷതയുടെ നാടാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് സെക്കുലറിസമാണ്, ബഹുസ്വരതയാണ്. മതനിരപേക്ഷതയും സെക്കുലറിസവും ബഹുസ്വരതയും എന്ന് പറയുന്ന ഈ പദങ്ങളുടെ അർത്ഥശിലകളാണ് ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും ഇന്ത്യയുടെ നിലനിൽപ്പിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ആധാരശില. അതിനെ ഇന്നത്തെ ഫാസിസ്റ്റ് ഭരണകൂടം, വർഗീയ ഭരണകൂടം, നരേന്ദ്രമോദി നയിക്കുന്ന BJP RSS സംഘ് പരിവാർ സർക്കാർ വീണ്ടും നമ്മുടെ മുന്നിൽ കോവിഡിൻ്റെ ഈ മറവിൽ അവരുടെ അജണ്ട ബോധപൂർവം അടിച്ചേൽപ്പിക്കുകയാണ്. പലരെയും അറസ്റ്റ് ചെയ്യുന്നു, പലരെയും കോടതിയുടെ പോലും നിർദ്ദേശങ്ങളെ ലംഘിച്ച് കസ്റ്റഡിയിലെടുക്കുന്നു, പലരെയും ബോധപൂർവം പീഡിപ്പിക്കുന്നു. ഇത് തുടരുകയാണ്. ഇന്ത്യയിൽ വലിയ ശക്തമായി വന്നതായിരുന്നു ഭരണഘടനാ ഭേദഗതിക്കെതിരെയുള്ള ക്യാമ്പയിൻ. ആ ക്യാമ്പയിൻ ഏതെങ്കിലും ഒരു മതവിശ്വാസികൾ മാത്രമായിരുന്നില്ല. ഒരുപക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെയുള്ള ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷം മാത്രമായിരുന്നില്ല. മതം, സമുദായം, പ്രദേശം, ഇസം ഇതിനപ്പുറത്തുള്ള വലിയൊരു ക്യാമ്പയിനായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു മതവിശ്വാസികളിലെ മഹാഭൂരിപക്ഷവും ഈ ക്യാമ്പയിനിൽ ഇന്ത്യൻ ഭരണഘടനയിലെ തത്വങ്ങളെ അട്ടിമറിക്കുന്നതിന് എതിരായി ശക്തമായി നിലകൊണ്ടവരാണ്. BJP RSS ഫാസിസ്റ്റുകൾ വിലക്കെടുത്താൽ സർക്കാരിൻ്റെ സ്പോൺസേഡ് ചില പത്രമാധ്യമ സ്ഥാപനങ്ങൾ, അച്ചടി ദൃശ്യമാധ്യമ സ്ഥാപനങ്ങൾ അവരുടെ ക്യാമ്പയിൻ പ്രതലം ഈ സംഘപരിവാർ സർക്കാരുകൾക്ക് വേണ്ടി കുടപിടിക്കുന്ന രീതിയിൽ ആയിരുന്നു എന്നതൊരു സത്യമാണ്. പക്ഷേ ആ ക്യാമ്പയിനുകളെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ, സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, കർഷകർ, നാനാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ ഇന്ത്യ എന്ന വികാരത്തിൻ്റെ കീഴിൽ നമ്മുടെ ദേശീയ പതാകയുടെ തണലിൽ ഇന്ത്യ എന്നും സെക്കുലർ രാജ്യമായി നിലനിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി പോരാടിക്കൊണ്ടിരുന്നത്. പക്ഷെ കോവിഡ് വന്നപ്പോൾ നമുക്ക് ചില ലിമിറ്റേഷൻസ് വന്നു. ക്യാമ്പയിന്, സമരത്തിന്, പ്രക്ഷോഭങ്ങൾക്ക്, മറ്റ് കോടതി വിചാരണകൾക്കെല്ലാം ചില കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം ചില തടസ്സങ്ങൾ വന്നു. സർക്കാർ അതൊരു ആനുകൂല്യമായി കണക്കാക്കുകയാണ്. സർക്കാർ അതൊരു മഹാഭാഗ്യമായി കണക്കാക്കുകയാണ്. ഈ ഒരു ആനുകൂല്യത്തിൻ്റെയും മഹാഭാഗ്യം എന്ന് കണക്കാക്കിക്കൊണ്ടാണ് സർക്കാർ ഇപ്പോൾ പിന്നാമ്പറത്തിലൂടെ ഇതിനു വേണ്ടി, ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടി, ഈ മതനിരപേക്ഷത നിലനിർത്താൻ വേണ്ടി നിലനിൽക്കുന്ന എല്ലാ സമരമാർഗങ്ങളെയും ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും അതിൽ വീണ്ടും കേസുകളെടുത്ത് പോരാളികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നടക്കില്ല. ഈ പോരാട്ടം തുടരും. കോവിഡിൻ്റെ ഈ പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന, നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു സാമൂഹിക മഹാമാരി ആയതുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള എല്ലാ പ്രോട്ടോക്കോളും നമ്മളെല്ലാവരും മാനിക്കും. പക്ഷേ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഈ സർക്കാരിന് അങ്ങനെ സൂത്രത്തിൽ ആളുകളെ ഒതുക്കാമെന്ന് നോക്കണ്ട. പോരാട്ടവും ക്യാമ്പയിനും നമ്മൾ തുടരുക തന്നെ ചെയ്യും. പ്രിയമുള്ള സുഹൃത്തുക്കളെ, തൃശ്ശൂർ ജമാഅത്തെ ഇസ്ലാമിയുടെ ആഭിമുഖ്യത്തിൽ ഇസ്ലാമിക സമൂഹം എന്ന ക്യാപ്ഷനിൽ ഒരു ഡിസ്കഷൻ നടക്കുകയാണ്. ഇതിലിപ്പോൾ ഇന്ത്യയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾ, കോവിഡിൻ്റെ മറവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വേട്ട, ഇതൊക്കെ ചർച്ചാ വിഷയമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എങ്കിൽ ശേഷം പ്രധാനപ്പെട്ട പല വ്യക്തികളും ഇതിൽ സംസാരിക്കാനുണ്ട്. അവരെല്ലാം പേര് ഞാൻ കണ്ടു. ഇക്കാര്യത്തിൽ ധാരാളം സംസാരിക്കാൻ കഴിവുള്ള
അറിയുന്ന ആളുകളാണ് അവരൊക്കെ. ഇന്ത്യയിൽ എന്ത് നടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഈ ആഴ്ച വന്ന 2 കാര്യം. ഒന്ന്, നമ്മുടെ കയ്യിൽ ഡൽഹി മൈനോറിറ്റി കമ്മീഷൻ്റെ ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി റിപ്പോർട്ട് വന്നു. അത് കിട്ടി എല്ലാവർക്കും. ഞങ്ങൾക്കൊക്കെ അതിൻ്റെ കോപ്പി വന്നിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന ആ സംഭവവികാസങ്ങൾ എത്രമാത്രം ക്രൂരമായിരുന്നു, എന്തെല്ലാം അക്രമങ്ങൾ അവിടുത്തെ പാവങ്ങൾക്ക് നേരെ അഴിച്ചുവിട്ടു എന്നതിനെ പറ്റിയുള്ള ദീർഘമായ ആ റിപ്പോർട്ട്, ആദ്യത്തെ റിപ്പോർട്ടാണ്. ഡൽഹി മൈനോറിറ്റി കമ്മീഷൻ്റെ ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്ന ആധികാരികമായ റിപ്പോർട്ടാണ്. കണ്ണുനീരോടുകൂടിയല്ലാതെ നിങ്ങൾക്കത് വായിച്ച് തീർക്കാൻ ഒക്കില്ല. അത്രയ്ക്കധികം അക്രമമാണ് ആ പാവങ്ങൾക്ക് നേരെ പോലീസും കലാപകാരികളും കൂടി ചെയ്തത്, ഏകപക്ഷീയമായി. കാരണം അവിടുത്തെ ന്യൂനപക്ഷങ്ങളോ പിന്നോക്കക്കാരൊന്നും ഒരു കുഴപ്പം കാണിച്ചിട്ടില്ല. മിണ്ടാനായിട്ട് കൊണ്ട് കഴിയയില്ല. അവരെ അങ്ങ് അത്തരത്തിലെല്ലാം ഇത് അക്രമം നടത്തി എത്രയോ സുഹൃത്തുക്കൾ മരണപ്പെട്ട ഒരു സംഗതി. ഇതിൻ്റെയൊക്കെ വസ്തുതകൾ നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ എന്താണ് ഈ അക്രമങ്ങൾ ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്തവർ, രാജ്യത്ത് പ്രകോപനമായ പ്രസംഗം നടത്തിയവർ, അവരൊക്കെ ഇപ്പോൾ സെലിബ്രിറ്റികളായിട്ട് നടക്കുകയാണ് രാജ്യത്ത്, പരമയോഗ്യന്മാരായിട്ട്. ജീവൻ പോയവർക്ക് ജീവൻ പോയി, അവർ കഷ്ടത്തിലായി, സ്വത്ത് നഷ്ടപ്പെട്ടു. ഞാനവിടെ 3 പ്രാവശ്യമായിട്ട് ഞാൻ പോയി. അവിടെ പാവങ്ങളിങ്ങനെ ഉന്തുവണ്ടിയായിട്ടൊക്കെ അതിലെന്തെങ്കിലും നാരങ്ങ മുന്തിയൊക്കെ ആയിട്ടിങ്ങനെ, അതുപോലെ പച്ചക്കറി ഇതൊക്കെ ആയിട്ടിങ്ങനെ ഈ ഇതിൽ ചെറിയ ഒരിതിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ അതൊക്കെ കത്തിച്ചു പോയി. പിന്നെ അത് കുറേ സേവനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെല്ലാം കൂടി അത് അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ അതെന്തുണ്ടാക്കി കൊടുത്താലും ശരി, അവിടെ വന്നിട്ട് കഷ്ടനഷ്ടങ്ങളൊന്നും തീർക്കാൻ കഴിയില്ല. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ പുറത്ത് ഗവൺമെൻറ് ഒരു നടപടി എടുക്കില്ല, നമുക്കറിയാം. അക്രമം ചെയ്തവരൊക്കെ യോഗ്യന്മാരായി വിലസുന്നു, ഈ പാവപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളെ വിദ്യാഭ്യാസ ഇതിൽ നിന്നുള്ള സിലബസിൽ നിന്നുള്ള 30% വെട്ടിക്കുറച്ച നടപടിയാണ്. വെട്ടിക്കുറച്ചതിലല്ല പ്രശ്നം, ചിലപ്പോൾ വെട്ടിക്കുറക്കേണ്ടി വരും. പക്ഷെ വെട്ടിക്കുറക്കുന്നതിന് വേണ്ടി അവരെടുത്തിട്ടുള്ള ടോപ്പിക്സാണ് പ്രശ്നം. ടോപ്പിക്സ് നോക്കുന്ന സമയത്ത് അതിൽ നമ്മൾ റീഡ് ചെയ്യേണ്ട ഒരു സംഗതി, ഇവരുടെ മുമ്പിൽ അപ്രധാനമായ, അതായത് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ സുപ്രധാനമായതല്ലല്ലോ കട്ട് ചെയ്യേണ്ടത്, അപ്രധാനമായതാണ്. BJPയുടെ വിലയിരുത്തൽ അപ്രധാനം എന്താണ്, അവിടെയാണ് എൻ്റെ സംഗതി. അതിൽ പെട്ടതാണ് മനുഷ്യാവകാശങ്ങൾ, ജനാധിപത്യം, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ എന്നിത്യാദി കാര്യങ്ങളെ പറ്റിയുള്ള ചാപ്റ്ററുകളൊക്കെ അങ്ങ് കട്ട് ചെയ്യുക. അപ്പോൾ അവർക്ക് ലോ പ്രയോറിറ്റിയാണ് ഇതൊക്കെ. അവിടെയാണ് നമ്മൾ അതിൻ്റെ ഗൗരവം കാണേണ്ടത്. BJPയുടെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കാര്യത്തിൽ താഴെ തട്ടിലുള്ള പരിഗണന മാത്രം കൊടുക്കുന്നത് ഒഴിവാക്കുകയാണെങ്കിൽ ഒഴിവാക്കേണ്ടതുമെന്ന് അവർ കണ്ടെത്തിയ സബ്ജക്റ്റ്, അത് വെച്ച് വേണം നമ്മൾ വിലയിരുത്താൻ. അപ്പോൾ അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ സെക്യുലർ ഡെമോക്രസി വേണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് സെക്യുലറിസത്തെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ച്, മതേതരത്തെക്കുറിച്ചുള്ള ചിന്തകൾ അത് കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന അവരുടെ വിഷലിപ്തമായ മനസ്സിനെയാണ് അത് കാണുന്നത്. ഈ 2 റിപ്പോർട്ടും ഈ കഴിഞ്ഞ ഒരാഴ്ചൻ്റെ ഉള്ളിൽ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അവരുടെ സമീപനം കൂടുതൽ വിലയിരുത്തേണ്ട കാര്യമില്ല നിങ്ങൾക്ക്. ഇപ്പോൾ അവരുടെ പുതിയ തീരുമാനം എന്താണ്? ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ സൈസൊക്കെ പത്രത്തിൽ വന്നു. ഒരുപക്ഷെ ഇത്രയും ഉയരം കൂടിയ ഒരു ക്ഷേത്രം, അതല്ല പ്രശ്നം. അവരിതിനോടൊക്കെ ഇപ്പോൾ കാണിക്കുന്ന ആവേശം എന്താണ്? ഇന്ത്യ കേഴുകയാണ്. ഓരോ ദിവസം മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ രോഗികൾ, ഇതിനെപ്പറ്റി രാജ്യമാകെ ദുഃഖിക്കുകയാണ്. മറ്റൊന്നിനും സമയമില്ലാതെ നിൽക്കുകയാണ് എല്ലാവരും. COVID-19 സൃഷ്ടിച്ചിട്ടുള്ള പ്രത്യാഘാതങ്ങൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ ഓടുകയാണ്. അപ്പോഴും ഇവരുടെ വിഷലിപ്തമായിട്ടുള്ള അജണ്ട അത് വളരെ ഫാസ്റ്റായിട്ട് അവർ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ രക്ഷപ്പെടലല്ല, ഇന്ത്യ രാജ്യത്തിൻ്റെ നന്മയുമല്ല. അവർക്ക് വേണ്ടത് ഇതിൻ്റെ ഇടയിലൂടെ അവരുടേതായിട്ടൊരു പ്രത്യേക സാഹചര്യത്തിൽ ഈ രാജ്യത്തെ മാറ്റിയെടുക്കാൻ, ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി. ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന സമയത്തും നിങ്ങൾ വിചാരിക്കേണ്ട,
ഇത് ഹിന്ദുക്കളുടെ അല്ല, ഹിന്ദു താല്പര്യം, അടിസ്ഥാനപരമായ ഹിന്ദു ധർമ്മത്തിൻ്റെ സങ്കല്പങ്ങൾക്ക് ഇവരെതിരാണ്. ഇവരുടെ ഒരു പൊളിറ്റിക്കൽ സ്വഭാവത്തിലുള്ള അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയുള്ള ഹിന്ദുത്വ അജണ്ട, ആ അജണ്ട നടപ്പിലാക്കുന്ന വിധത്തിലുള്ള ഇന്ത്യയായി ഈ നാടിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് അവരെപ്പോഴും ഏർപ്പെട്ടിരുന്നത്. അതുപോലെ നമുക്കറിയാം, ഈ വിദ്യാർത്ഥി നേതാക്കന്മാരുടെ പേര് UAPA ചുമത്തി. അത് എല്ലാവർക്കും ജാമ്യം ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതിൽ പെൺകുട്ടിക്ക് അവർക്ക് എന്ത് കിട്ടി? അവർ പ്രഗ്നൻ്റാണ്, ആ സാഹചര്യം പറഞ്ഞുകൊണ്ട് ജാമ്യം കിട്ടി. പക്ഷെ അതിനും നമ്മൾ കാണേണ്ട ഒരു കാര്യം, പോലീസ് ജാമ്യത്തെ എതിർത്തു. പോലീസ് പറഞ്ഞു, എന്തോ ഒരു കണക്ക് പറഞ്ഞു, എത്രയും 35 ഡെലിവറി, എന്തോ കണക്ക് പറഞ്ഞു. അത് ഇത് നടന്നിട്ട് ജയിലിൽ, അതുകൊണ്ട് ജയിലിൽ അവിടെ പ്രസവിക്കാനൊന്നും ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് വെയിൽ കൊടുക്കാൻ പാടില്ല എന്നവർ ആർഗ്യൂ ചെയ്തു. സോളിസിറ്റർ ജനറലൊക്കെ പിന്നത്തെ ആർഗ്യുമെൻറ്റിൽ വലിയ ചാടി കയറി പറയാത്തതിൻ്റെ ഫലമായിട്ട് കോടതിക്കും വെറുതെ തോന്നി അതിന് ജാമ്യം കൊടുത്തു. അവർ ജയിലിൽ കിടക്കുക, എത്രയോ നിരപരാധികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ആ സ്വഭാവമൊക്കെ അവിടെ നടക്കുകയാണ്. പിന്നെ ഇവർ ശരിക്കും തോറ്റൊരു സംഗതി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഷൈൻ ബാഗിൽ അവിടെ അന്ന് തുടങ്ങിയിട്ടുള്ള സമരം, ആ സമരം ഇവർക്ക് വലിയ തലവേദന. ഇവരത് അടിച്ചൊതുക്കാൻ ശ്രമിച്ച് നടന്നില്ല. കാരണം അത് ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചൊരു പക്ഷമായി. ആ സമരരംഗത്ത് ഞാൻ പോയിരുന്നു. ആ പ്രസിഡൻ്റായ സമയത്തൊക്കെ പലവട്ടം ഞാൻ ആ ജാമ്യ ഏരിയയിലൊക്കെ പോന്നിരുന്നു. ഈ സമരമുഖത്തും ഞാൻ പോയിരുന്നു. അവിടെ നമുക്ക് കാണാൻ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ, സ്ത്രീകൾ വളരെ സജീവമായിട്ട് അവിടെ രംഗത്ത് വന്നിട്ട്, ചില സ്ത്രീകൾ വന്നത് കുട്ടികളെയായിട്ടാണ്. അവിടെ അന്ന് ഡൽഹിയിൽ എന്തൊരു തണുപ്പാണെന്ന് വെച്ചാൽ, ഞാൻ തന്നെ പോയത് 2 ഉള്ളെന്നൊക്കെ ഇട്ടിട്ടാണ്, മേലെ മഫ്ലർ അതൊക്കെ കെട്ടി വരിഞ്ഞിട്ടാണ് പോയത്. അവിടുത്തെ സ്ഥലത്താണ് എന്തെങ്കിലും ഒരു സാധനമായിട്ട് നിരത്തി വിരിച്ചിട്ട് ചെറിയ കുട്ടികളും കൂട്ടി അമ്മമാരവിടെ കിടക്കുന്നത്, വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. ആ ഒരു സ്വഭാവത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നപ്പോൾ ഇവരുടെ എല്ലാ അജണ്ടയും ആ സമരക്കാർ പൊളിച്ചു. പല ജാതി സമ്മർദ്ദങ്ങളും ചെലുത്തി നോക്കി, പല അക്രമങ്ങളും നടത്തി നോക്കി. പക്ഷെ പതറാതെ നിന്ന് ജനത ഇവരുടെ അഹങ്കാരത്തിൻ്റെ മുഖത്ത് നോക്കി ഇത് നടക്കില്ല എന്ന് പ്രഖ്യാപിച്ച തൻ്റെടമാണ് അവിടെ കാണിച്ചത്. ആ കുട്ടികളവിടെ സമരം ചെയ്ത് ഭൂമിയിൽ പോയാലേ നമ്മൾ അന്ന് മനസ്സിലാക്കുമായിട്ടുള്ളൂ എന്താ ഇവരുടെ ഒരു ഉഷാർ, എന്താ ഇവരുടെ ഒരു കർമ്മശക്തി എന്ന്. അപ്പോൾ അതിനോടുള്ള ദേഷ്യം തീർക്കുക. ഇനി ഞങ്ങൾ അധികാരത്തിൽ ഈ കോവിഡ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും പല സംഗതിയും പുറത്തെടുക്കും, അപ്പം ഒന്നും നടക്കില്ല, നിങ്ങൾ പേടിച്ച് നിന്നോളിയും എന്ന് ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് അവിടെ അവരിപ്പോൾ നടത്തുന്നത്. ഇപ്പം നടത്തുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പേരിൽ ആളുകളെ പേടിപ്പിക്കുക, അന്ന് ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെ പേരിൽ കേസെടുക്കുക. എന്തിനധികം പറയണം, സഫറുൽ ഇസ്ലാം ഖാൻ DMCയുടെ ചെയർമാൻ, ഡൽഹി മൈനോറിറ്റി കമ്മീഷൻ, അദ്ദേഹം അവിടെ നടന്നിട്ടുള്ള സംഭവവികാസങ്ങളെ സംബന്ധിച്ച്, ഡൽഹി സംഭവവികാസങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു. അവിടെ ഏകപക്ഷീയമായിട്ടാണ് നടന്നിട്ടുള്ളത്, അവിടെ പോലീസുകാർ തന്നെ കല്ലെറിഞ്ഞ് ഹേതുണ്ടാക്കിയിട്ടുണ്ട് എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞു. ആ ചെയർമാൻ ഇപ്പം എന്ത് ചെയ്തെന്ന് അറിയോ, അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തു. 2 വകുപ്പാണ്, ഒന്ന് രാജ്യദ്രോഹം, മറ്റൊന്ന് സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രചരണം നടത്തും. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുകയാണ്. അപ്പോൾ എന്ത് വേണം, ഗൗരവമായിട്ട് ഇതിനെപ്പറ്റി ചിന്തിക്കണം. കാരണം ഇവിടെ BJP ഭരണം വരുമോ പോകുന്നുള്ളതല്ല, ഇന്ത്യ ബാക്കിയുണ്ടാകും. ലോകത്തെ ഏറ്റവും നല്ല രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയെ യോജിപ്പിച്ച് നിർത്തുന്ന ഘടകമെന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ സഹിഷ്ണുതയും, ഇവിടെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള അഹിംസയും, ഇതെല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന രാജ്യമാണ്. അത്തരം രാജ്യത്ത് ഈ കലാപം വിതറുന്ന ശക്തികൾക്കെതിരായി ഇന്ത്യയിലെ നന്മ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ കൂട്ടായ്മ ഉയർന്നു വരേണ്ടതുണ്ട്. അത് പ്രക്ഷോഭ സമരത്തിന് വേണ്ടി വന്നില്ല, അത് മനസാക്ഷിയുടെ തന്നെ ഏകീകരണം ആ കാര്യത്തിൽ വേണ്ടതുണ്ട്. ആ ഒരു സന്ദേശം കൂടിയായിരിക്കാം നിങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ദീർഘിപ്പിച്ചാണ് സംസാരിക്കുന്നത്, ഇനിയും പലരും സംസാരിക്കാനുണ്ട്. നിങ്ങളുടെ ഇത്തരം നല്ല ശ്രമങ്ങൾ വിജയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിക്കും. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ സമരങ്ങളിലേക്ക് ഇന്ത്യയിലെ ജനപദങ്ങൾ മാറിയ ഒരു സാഹചര്യത്തിലായിരുന്നു ഇങ്ങനെ ഒരു മഹാമാരിയുടെ നിഴലിൽ നമ്മൾ അകപ്പെട്ടത്. അതിനുശേഷം
ഈ വിഷയവുമായി ബന്ധപ്പെട്ട സമരങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ തെരുവുകളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത്. ഡൽഹിയിൽ സ്ത്രീകളും കുട്ടികളുമൊക്കെ പങ്കെടുത്ത സമരം മാസങ്ങളോളം നീണ്ടു നിന്നിരുന്നു. ഈ സമരത്തിന് ഒരു വലിയ സവിശേഷതയുണ്ടായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി, ഒരുപക്ഷെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ അങ്ങനെ തന്നെ പറയണം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ ആദ്യമായി ജനങ്ങൾ, ലക്ഷോപലക്ഷം ജനങ്ങൾ ഇങ്ങനെ ഒരു വിഷയത്തിൽ സമരോത്സുകരായി തെരുവിലിറങ്ങുന്ന ആദ്യത്തെ സാഹചര്യമായിരുന്നു ഈ ജനാധിപത്യ പ്രക്ഷോഭത്തിലൂടെ നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചത്. നമുക്ക് ഒരുപാട് സമരങ്ങൾ നമുക്ക് പരിചിതമാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നതന്നെ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന സമരമായിരുന്നു. അതിനുശേഷമുള്ള ജനാധിപത്യ സർക്കാരുകൾ, ആ സർക്കാരുകളിലുള്ള നമ്മുടെ വിശ്വാസം, അതൊക്കെ പിന്നീട് ഒരു സ്വാതന്ത്ര്യാനന്തര ഭാരതം സർഗാത്മകമായി പടുത്തുകെട്ടാനുള്ള ശ്രമത്തിലായിരുന്നു പിന്നീട് നമ്മളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ കാര്യങ്ങൾ മുഴുവൻ പൊടുന്നനെ അട്ടിമറിഞ്ഞത് BJP-യുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് ഒരു തുടർച്ച കിട്ടിയപ്പോഴാണ്. BJP നേരത്തെയും ഇന്ത്യയിലെ ഭരണസാരഥ്യം ഏറ്റെടുത്തിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായിട്ടുള്ള വിശാലമായ സഖ്യത്തിൽ BJP-യും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിലൊന്നും തന്നെ അപകടകരമായ ഒരു വംശീയതയിലേക്ക് ആ പ്രസ്ഥാനം പോയിരുന്നില്ല. അവർക്ക് അങ്ങനത്തെ ഒരു അജണ്ട ഇല്ലാഞ്ഞിട്ടല്ല, ഒരുപക്ഷെ ഏതെല്ലാമോ കാരണത്താൽ ജനാധിപത്യ സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു പ്രവണതയാണ് ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ വാജ്പേയി ഗവൺമെന്റ് പോലും കാണിച്ചത്. പിന്നീട് മോഡിയും അമിത്ഷായും അങ്ങനെ തന്നെ പറഞ്ഞ, കാരണം കേന്ദ്രത്തിൽ മറ്റ് മന്ത്രിമാരെല്ലാം തന്നെ അപ്രസക്തമാക്കിക്കൊണ്ട് മോഡിയും അമിത്ഷായും കൂടി നയിക്കുന്ന ഒരു ഭരണം, അതിന് തുടർച്ച കിട്ടുന്നതോടുകൂടി കാര്യങ്ങളെല്ലാം തന്നെ അട്ടിമറിഞ്ഞു. അവർക്ക് വല്ലാത്തൊരു തരം ആത്മവിശ്വാസം ഇന്ത്യയിലെ സംഘപരിവാറിനും വംശീയ രാഷ്ട്രീയത്തിനും അപാരമായ ഒരു ആത്മവിശ്വാസം ലഭിച്ച ഒരു സാഹചര്യമായിരുന്നു മോദിക്ക് കിട്ടിയ ഭരണ തുടർച്ച. അങ്ങനെ പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ക്ഷയം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ക്ഷയം, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ക്ഷയം, ഇതൊക്കെ തന്നെ അതിനൊരു കാരണമായി മാറിയിരുന്നു. പിന്നെ ആളുകളെ ഒരുപക്ഷെ ബിഷപ്പിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്ന് വംശീയതയുടെ രാഷ്ട്രീയത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിൽ വലിയ ഒരളവ് ഈ തീവ്ര വലതുപക്ഷ പ്രസ്ഥാനം BJP അക്കാര്യത്തിൽ വിജയിക്കുകയും ചെയ്തു. ഇങ്ങനെ വന്നപ്പോഴാണ് ഒരു നിശബ്ദത ഇങ്ങനെ ഇന്ത്യയിൽ പടർന്നുപിടി. ഒരു സമരങ്ങളും നടക്കുന്നില്ല, സമരങ്ങൾ വേട്ടയാടപ്പെടുന്നു, പൗരാവകാശ പ്രവർത്തകർ വേട്ടയാടപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു ഭീതിതമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഭാരതം വീണുപോയത്. എന്തു വന്നാലും പിന്നെ ജനതയുടെ സമരങ്ങളെ വേട്ടയാടുക തന്നെ ചെയ്യും എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ മിക്കവാറും എല്ലാ തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളും ക്ഷയിച്ചു പോയ ഒരു സാഹചര്യത്തിലാണ്, കുറ്റകരമായൊരു നിശബ്ദതയിലേക്ക് രാജ്യം വീണുപോയ ഒരു സാഹചര്യത്തിലായിരുന്നു പൗരത്വ ഭേദഗതി നിയമവുമായി ഭരണകൂടം രംഗത്ത് വരികയും പൊടുന്നനെ ഇന്ത്യയിൽ വലിയ തോതിലുള്ള സമരങ്ങൾക്ക് ഇന്ത്യൻ തെരുവുകൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. എഴുത്തുകാരൻ എന്ന നിലയിൽ ഞാൻ നൂറുകണക്കിന് വേദികളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രാഷ്ട്രീയ സംഘടനകളുടെയും ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയും വേദികളിൽ നിരന്തരമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭരണകൂടത്തിനെതിരെ ഉള്ള എൻ്റെ വിമർശനങ്ങൾ ഞാൻ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ധാരാളം ചെയ്തികൾ, ഒരുപക്ഷെ മാർച്ച് 15-ാം തീയതിയോടുകൂടി
ഒരുപക്ഷെ ഇങ്ങനെ ഒരു മഹാമാരിയുടെ നിഴലിലേക്ക് പെട്ടെന്ന് നമ്മൾ പോകുന്നത് വരെയുള്ള ഘട്ടത്തിൽ നിരന്തരമായി ഞാൻ തെരുവുകളിലായിരുന്നു. 10,000-കണക്കിന് ആളുകൾ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാനും തെരുവിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷെ പെട്ടെന്ന് എല്ലാ സമരങ്ങളും നിശ്ചലമാക്കിക്കൊണ്ടായിരുന്നു ഈ കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരിയുടെ വരവ്. അതോടുകൂടി പെട്ടെന്ന് തെരുവുകളിൽ സമരങ്ങൾ അവസാനിച്ചു. എന്നാൽ സമരങ്ങൾ അവസാനിച്ചപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിൽ ഒരു അനുകൂലമായ നിലപാട് ഉണ്ടായിട്ടല്ല സമരങ്ങൾ നമ്മൾ അവസാനിപ്പിച്ചത്. മറിച്ച് ഇത് സാമൂഹ്യ വ്യാപനം എന്ന് പറയുന്ന ഒരു ഭീതി ഈ രോഗത്തെ സംബന്ധിച്ച് ഉണ്ടായപ്പോൾ സ്വാഭാവികമായും വീടുകളിലേക്ക് ലോക്ക്ഡൗൺ കാലത്ത് ആളുകൾ പിന്തിരിഞ്ഞ് നടന്നപ്പോൾ തെരുവുകൾ ശൂന്യമായി മാറുകയാണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ട് സമരങ്ങളും അവസാനിച്ചു. സത്യത്തിൽ ഈ ഇത്തരത്തിലുള്ള മഹാമാരികൾ ഭരണകൂടത്തെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും മനുഷ്യവംശത്തെയും പഠിപ്പിക്കേണ്ടത് ജാതി, മതം, ഗോത്രം, വംശം ഇതിനെ ചൊല്ലിയുള്ള ഈ അതിർത്തികൾക്ക് ഒരു അർത്ഥവുമില്ല എന്നും ഉദാരമായ മാനവികതയിലേക്കാണ് നമ്മൾ പ്രവേശിക്കേണ്ടത് എന്നും മനുഷ്യകുലം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സന്ദർഭത്തെയാണ് ഈ രോഗം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്നൊക്കെ തരത്തിലുള്ള ഒരു ചിന്താധാരകളായിരുന്നു യഥാർത്ഥത്തിൽ രൂപപ്പെടേണ്ടി വന്നത്. പക്ഷേ ലോകത്തെ ഭരണകൂടങ്ങളൊന്നും അങ്ങനെയല്ല. പ്രത്യേകിച്ചും ഫാസിസ്റ്റ് സ്വഭാവമുള്ള, ഏകാധിപത്യ സ്വഭാവമുള്ള, ജനാധിപത്യ വിരുദ്ധമായ ഭരണകൂടങ്ങളൊന്നും അങ്ങനെയല്ല. അവർക്ക് എല്ലായ്പ്പോഴും ലോകത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം, ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു മഹാമാരി ലോകത്തെ പിടികൂടിയ ഒരു കാലഘട്ടമായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. 1918 കാലഘട്ടത്തിലാണ് ഒരേ സമയം ലോകമഹായുദ്ധം ഉണ്ടാകുന്നതും അതേസമയം സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്ന ഇതേപോലുള്ള ഒരു പനി ലോകത്തെ ഗ്രസിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. ഏതാണ്ട് 50 ലക്ഷത്തോളം ആളുകളാണ്, ഔദ്യോഗികമായ ചില കണക്കനുസരിച്ച് തന്നെ 50 ലക്ഷത്തോളം ആളുകൾ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും ആവണമെന്നില്ല, ചിലപ്പോൾ അതിനേക്കാൾ ഒരു വ്യാപ്തി ഉണ്ടാകും. പലതരത്തിലുള്ള കണക്കുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. എന്നാലും ലക്ഷക്കണക്കിന് ആളുകൾ ആ സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ വന്ന് മരിച്ചുപോയി. ആ സമയത്ത് അന്നും ഇങ്ങനെയുള്ള ഒരു മഹാമാരിയുടെ ഭാഗമായി രൂപപ്പെടേണ്ടുന്ന വലിയ മാനവികത രാഷ്ട്രങ്ങളിൽ രൂപപ്പെട്ടു വന്നില്ല. അപ്പോഴും ഭരണകൂടങ്ങൾ യുദ്ധക്കുതിയന്മാരായിരുന്നു. ഇപ്പോൾ നമ്മൾ ആലോചിച്ചു, ഈ രോഗത്തിൻ്റെ നിഴൽ നിൽക്കുമ്പോഴാണ് ഒരുപക്ഷെ വീണ്ടും ചൈനയുമായിട്ട് ഒരു യുദ്ധഭീതിയുടെ സാഹചര്യത്തിലേക്ക് പോകുന്നു. ഭരണകൂടങ്ങൾ കൃത്യമായിട്ട് അവരുടെ അജണ്ട നടപ്പിലാക്കുമെന്ന് പറയാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത്. അവരൊരു തരത്തിലും ഇതിൽ നിന്ന് പിൻവാങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും വരുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഈ പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെട്ടു വന്ന പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത ആളുകളൊക്കെ, വിദ്യാർത്ഥികളെയൊക്കെ നിരന്തരമായിട്ട് വേട്ടയാടുക. ഇവരെ മാത്രമൊന്നുമല്ല. ഇപ്പോൾ വരവര റാവു എന്ന് പറയുന്ന കവി വർഷങ്ങളായിട്ട് ജയിലിലാണ്. വിഖ്യാതനായിട്ടുള്ള കവിയാണ് അദ്ദേഹം, പ്രൊഫസറാണ്. അദ്ദേഹം മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ വലിയ ഇരയായിട്ട് മാറുക. അങ്ങനെ എല്ലാ തരത്തിലുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങളുമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവും. അങ്ങനെ വരുമ്പോൾ ഈ പ്രക്ഷോഭങ്ങൾ വീണ്ടും ഉണർത്തി എടുക്കേണ്ട ഒരു അനിവാര്യതയെ ബോധിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അറസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭരണകൂടം അവരുടെ പഴയ അജണ്ടയുമായിട്ട് തന്നെയാണ്, വംശീയ അജണ്ടയുമായിട്ട് തന്നെയാണ് ഭരണകൂടം മുന്നേറുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയും വേണം. ഈ ഘട്ടത്തിൽ ഈ തെരുവുകളൊന്നും നിശബ്ദമായിക്കൂടാ. തീർച്ചയായിട്ടും നമ്മളപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കും. കാരണം തെരുവിൽ നിന്നുകൊണ്ട് ആളുകൾ പ്രക്ഷോഭത്തിലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും അവർ മരണത്തിൻ്റെ വ്യാപാരികളാണ് എന്ന് പറഞ്ഞിട്ട് ഭരണകൂടം കൂടുതൽ വേട്ടയാടാനാണ് സാധ്യത. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഉപയോഗിച്ചേ മതിയുള്ളൂ.
ഇതൊരു പുതിയ സാധ്യതയാണ്. അവർ വലിയ ഒരു ക്യാമ്പയിൻ ഈ വിഷയത്തിൽ നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുമ്പുണ്ടായിരുന്നത് പോലെ തീവ്രമായി തന്നെ ഞാൻ ഈ വിഷയത്തിൽ ഇരകൾക്കൊപ്പമാണ്, വേട്ടയാടപ്പെടുന്ന ആളുകൾക്കൊപ്പമാണ്, പൗരാവകാശ ധ്വംസനങ്ങളുടെ ഇരയായി മാറുന്ന ജനങ്ങൾക്ക് ഒപ്പമാണ്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്ക് ഒപ്പമാണ്, അവരോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. ഇതും എൻ്റെ പക്ഷേ ഞാൻ മാർച്ച് വരെ തുടർന്നു പോകുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ സന്ദേശത്തെയും ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ പ്രക്ഷോഭത്തിൽ ഇനിയുള്ള നാടുകളിലും തീർച്ചയായിട്ടും ഞാൻ ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടി ഈ ജനാധിപത്യ എല്ലാ തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധതകളെയും നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് പോരാടി തോൽപ്പിക്കുകയും ചെയ്യും. ബഹുമാന്യരെ, നമ്മുടെ രാജ്യത്ത് മാസങ്ങളായി നമ്മുടെ രാജ്യത്തെയും ജനതയെയും എല്ലാം പ്രതിസന്ധിയിലാക്കിയ കോവിഡ് മഹാമാരിയും അതിനെ തുടർന്നുണ്ടായ ലോക്ക്ഡൌണും നൽകുന്ന അനുകൂലമായ സാഹചര്യം ഉപയോഗപ്പെടുത്തി സ്വന്തം ജനതയെ തന്നെ അടിച്ചമർത്താനും വിമത ശബ്ദങ്ങളെ ഇല്ലാതാക്കാനുമായി രാജ്യത്തിന്റെ ഭരണകൂടം, കേന്ദ്ര ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ദുരന്തജനകമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നാം നിസ്സാരമായി കണ്ടുകൂടാ. നമ്മുടെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമുള്ള അവസരം രാജ്യത്ത് രൂപപ്പെട്ട ഒരു ദുരന്തത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു. രാജ്യത്തിന്റെ സുരക്ഷാ ആവശ്യത്തിന് വേണ്ടി നാം പാലിക്കുന്ന അച്ചടക്കത്തെ ഒരു മറവായി കണ്ടുകൊണ്ട് ഭരണകൂടം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതല്ലാത്ത, തങ്ങളുടെ ഇംഗിതത്തിനും വരുതിക്ക് നിൽക്കാത്ത, തങ്ങളുടെ ഭീകരമായ നിയമങ്ങളുടെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നതിൽ പ്രതിഷേധിക്കുന്ന രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ എല്ലാ ജനാധിപത്യ മര്യാദകളും ഭരണഘടനാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് വേട്ടയാടാൻ വേണ്ടിയിട്ട് ഈ ദുസ്സഹമായ സാഹചര്യത്തെയും ഉപയോഗിക്കുന്ന ഒരു മഹാദുരന്തം നമ്മുടെ രാജ്യത്തെ തുറച്ചു നോക്കുന്നു എന്നത് രാജ്യനിവാസികൾ കാണാതിരുന്നുകൂടാ. പൗരത്വ പ്രക്ഷോഭം എന്നത് മോഡി സർക്കാരിന്റെ തെറ്റായ സമീപനം മൂലം ആ സർക്കാർ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു എന്ന് നമുക്കറിയാം. ആ പ്രതിസന്ധിയിൽ രാജ്യമാകെ തിളച്ചുമറിഞ്ഞു. ജനാധിപത്യ വിശ്വാസികളുടെ എല്ലാം ഏകോപിച്ചുള്ള സമരത്തിലൂടെ ഭരണകൂടത്തിന് നിൽക്കക്കള്ളിയില്ലാതായി. അത്തരമൊരു സാഹചര്യത്തിൽ മോഡി, അമിത്ഷാ ദ്വയം അവരുടെ ബഹുവിധമായ അടിച്ചമർത്ത ശ്രമങ്ങളെല്ലാം അതിസാഹസികമായി അതിജീവിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി കത്തിപ്പടർന്ന ആ സമരം തികച്ചും ന്യായവും ജനാധിപത്യപരവും ഒരു സമൂഹത്തിന്റെ ജീവിക്കാനും നിലനിൽക്കാനും വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടിയുമുള്ള ആ സമരം പക്ഷേ കോവിഡ് പശ്ചാത്തലത്തിൽ പുറകോട്ട് പോയി എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ പകർച്ചവ്യാധി നമ്മുടെ നാടിനെ സ്തംഭിപ്പിച്ച ആ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാകുന്നത് വരെ തളരാതിരുന്ന ആ സമരം പിറകോട്ട് പോയി. ഈ പിറകോട്ട് പോയ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഭരണകൂടം ഇന്ന് അഭിമുഖീകരിക്കുന്ന രാജ്യത്തോടോ രാജ്യ ജനതയോടോ എന്തെങ്കിലും തരത്തിൽ കൂറുള്ള ഒരു ഭരണകൂടം ഇപ്പോൾ ചെയ്യേണ്ടത് 30,000-ഓടടുത്ത് മരണസംഖ്യ എത്തി നിൽക്കുന്ന ഭീകരമായ മഹാമാരിയെ നേരിടാനുള്ള നീക്കങ്ങളാണ്. അതിനോട് രാജ്യനിവാസികൾ മുഴുവൻ ഒറ്റക്കെട്ടായി അനുകൂലമായി ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന ഈ സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോലും തങ്ങൾ ഉന്നം വെച്ചിരിക്കുന്ന ഒരു ജനതയെ നിഷ്പ്രഭമാക്കാനും അവരെ ഇല്ലാതാക്കാനും അവരുടെ സമരവീര്യം കെടുത്താനും വളരെ ക്രൂരവും ഭീകരവുമായ വഴികളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. NRC
സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച രാജ്യത്തെ പ്രമുഖ ആക്ടിവിസ്റ്റുകളെയും പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രീയ വ്യക്തിത്വങ്ങളെയും ഒക്കെ പ്രത്യേകമായി ഉന്നം വെച്ച് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത്. ധാരാളം ആളുകളെ ലോക്ക്ഡൌൺ മറവിൽ പലരുടെയും ശ്രദ്ധ അതിലേക്ക് പതിയുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് ഈ ഭീകരമായ അടിച്ചമർത്തൽ നടപടികൾക്കെതിരിൽ ജനരോഷം ശക്തമായി ഉയരേണ്ടതുണ്ട്. നമുക്ക് പ്രതികരിക്കാവുന്ന മാധ്യമങ്ങൾ, തുറന്നു കിടക്കുന്ന മാധ്യമങ്ങളിലൂടെ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് ശക്തമായ താക്കീതുകൾ നൽകാൻ ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സമരത്തിന്റെ മുൻനിര സംഘാടകരായിരുന്ന വ്യക്തികളെല്ലാം ഇന്ന് അറസ്റ്റിലാണ്. അലിഗർ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവായിരുന്ന ഷർജീൽ ഉസ്മാനി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ വീട്ടിലെത്തിയ 5 അംഗ സംഘം ഐഡന്റിറ്റി കാണിക്കാനോ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴുള്ള നിയമപരമായ മാനദണ്ഡങ്ങളൊന്നും പരിഗണിക്കാതെ, ഐഡന്റിറ്റി കാണിക്കാതെ, എന്തിനാണ് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് പറയാതെ, വീട്ടുകാരോടൊന്നും ഉരിയാടാതെ പുസ്തകങ്ങളും കമ്പ്യൂട്ടറും മറ്റു സാധനങ്ങളും എല്ലാം പെറുക്കിയെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. ഇതൊരു തേർവാഴ്ചയല്ലേ? അറസ്റ്റിനില്ലേ മാനദണ്ഡങ്ങൾ? അപ്പൊ ഇതൊന്നും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. പക്ഷെ പിറകെ പിന്തുടർന്ന മാധ്യമ പ്രവർത്തകരുടെ നിരന്തരമായ ചോദ്യശരങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് വളരെ വൈകി മാത്രം അവർ അതിന് പറഞ്ഞ മറുപടി, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ എന്താ ഇത്ര വലിയ ഗുരുതരമായ തെറ്റെന്ന ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി, CAA പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അലിഗറിൽ രജിസ്റ്റർ ചെയ്ത കേസിനെ തുടർന്നാണ് അറസ്റ്റെന്നാണ്. അപ്പോ CAA പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തകരെ, നേതാക്കളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, അറസ്റ്റ് ചെയ്ത് അകത്താക്കിക്കൊണ്ടിരിക്കുക. ഏറ്റവും ഭീകരമായ ഒരു സംഗതി, ഡൽഹി ജാമിയയിലെ വിദ്യാർത്ഥിനികളുടെ നേതൃനിരയിലുണ്ടായിരുന്ന ഗർഭിണിയായ സഫൂറ സർഗർ എന്ന് പറയുന്ന ഗർഭിണിയായ വിദ്യാർത്ഥിനിയെ ഈ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തവരകത്തിട്ടിരിക്കുന്നു. മാനവും രാഷ്ട്രീയ മര്യാദയോ മാനുഷികമായ അന്തസ്സോ ഉള്ളവർക്കൊന്നും ചേരാത്ത വിധത്തിൽ ഇതൊക്കെ നമ്മുടെ രാജ്യം കാണേണ്ടതുണ്ട്. ഗർഭിണിയായ ഒരു സ്ത്രീയെ ഈ സമയത്ത് അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് ഇവരെന്ത് രാജ്യരക്ഷയാണ് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നത്? ഇതൊന്നും നാം കാണുന്നില്ലെന്ന് വന്നാൽ ഇതിന്റെ ദുരന്തങ്ങൾ, ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വിവരണാതീതമായിരിക്കും എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അലിഗർ ക്യാമ്പസിൽ ഇവർ കടന്നു കയറിയത് നമുക്കറിയാം. ഗ്രനേഡും ലാത്തിചാർജും ഫയറിങ്ങും ഒക്കെയായി പോലീസ് പാഞ്ഞു കയറി അവരുടെ ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചു, വെടിയുതിർക്കുകയായിരുന്നു പോലീസ്, പ്രകോപനങ്ങളില്ലാതെ എന്ന് ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘം കണ്ടെത്തിയ കുറ്റക്കാർ ആയ പോലീസുകാർക്കെതിരിൽ, അത് അന്വേഷണ സംഘം, ഹൈക്കോടതി നിയോഗിച്ച അന്വേഷണ സംഘം കണ്ടെത്തിയതാ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തി കോടതിയെ ധരിപ്പിക്കുകയും കോടതി നടപടിയെടുക്കാൻ വിധിക്കുകയും ചെയ്തവർക്കെതിരിൽ നടപടിയെടുക്കാൻ കൂട്ടാക്കാതെ ആ സമരത്തിൽ ഇരകളാക്കപ്പെട്ട പോലീസിന്റെ നരനായാട്ടിനിരയായവർക്ക് എതിരിൽ വ്യാജ കേസുകൾ, ഭീകര നിയമങ്ങൾ ഉൾപ്പെടെ ചുമത്തി FIR തയ്യാറാക്കി 2ാം ഘട്ടം ഒരു പ്രതികാര നടപടിയുടെ വഴികളിലൂടെ ഭരണകൂടവും പോലീസും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ കഫീൽ ഖാൻ, പ്രസിദ്ധനായ ഭിഷഗ്വരൻ, യോഗി ആദിത്യനാഥിന്റെ സർക്കാരിന്റെ നിസ്സംഗത മൂലം 100 കണക്കിന് കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിക്കാനിടയായ സംഭവത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ എത്തിച്ചു കുഞ്ഞുങ്ങൾക്ക് ജീവൻ നൽകിയ ഡോക്ടർ കഫീൽ ഖാൻ ഇന്നവരുടെ ഏറ്റവും വലിയ പ്രതിയോഗിയാണ്. NRC പ്രക്ഷോഭത്തിൽ അലിഗർ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തു എന്ന കാരണത്തിന്റെ പേരിൽ UP പോലീസ് മുംബൈയിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പക്ഷേ ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. സർക്കാർ വീണ്ടും ദേശസുരക്ഷാ നിയമം ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നു. നോക്കൂ, തങ്ങൾക്കെതിരിൽ ഉയരുന്ന നിയമപരമായ പ്രക്ഷോഭങ്ങളെ, ക്രമസമാധാനം ലംഘിക്കാത്ത പ്രക്ഷോഭങ്ങളെ പോലും ഭീകരമായി അടിച്ചമർത്താനുള്ള നിതാന്ത ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
തങ്ങൾക്ക് അനഭിമതരായവരെ എല്ലാം ഇതിലൂടെ അകത്താക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ നോക്കുക, ഡൽഹി കലാപത്തിലെ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് ഷെർജീൽ ഉസ്മാനി എന്ന് പറയുന്ന ആക്ടിവിസ്റ്റിനെ, വിദ്യാർത്ഥി നേതാവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫർഹാൻ സുബേരിയെ അടക്കം പ്രമുഖരായ ആക്ടിവിസ്റ്റുകളെ, മുസ്ലിം വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഡൽഹി കലാപത്തിലെ ഗൂഢാലോചന കുറ്റം ചുമത്തിയെന്ന് ഓർക്കണം. ഡൽഹി കലാപത്തിന് ആഹ്വാനം ചെയ്ത കപിൽ മിശ്ര എന്ന മന്ത്രി അടക്കമുള്ളവർ, അവർ ആഹ്വാനം ചെയ്തതും വെടിവെച്ചതും പള്ളിയും ഗ്രാമവും കത്തിച്ചതും ഒന്നും കേസിൽ വരുന്നില്ല. എന്നാൽ ഗൂഢാലോചന കുറ്റം ചുമത്തുന്നത് വെടിവെച്ചവർക്കെതിരിലല്ല, ഇരയ്ക്കെതിരിലാണ് എന്നുള്ളതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ളത്. മാത്രമല്ല, പൗരത്വ പ്രക്ഷോഭത്തെയും ഡൽഹി വംശീയ അതിക്രമത്തെയും അവർ കൂട്ടിക്കെട്ടുകയാണ്. അങ്ങനെ അവരെയും ഭീകര നിയമം ഉൾപ്പെടെ ചുമത്തി FIR തയ്യാറാക്കി അതിൽ പങ്കെടുത്തവരെ, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരെ അകത്തിടുകയാണ്. എത്ര ഭീകരമാണ്! ഡൽഹി സർക്കാരിന്റെ ന്യൂനപക്ഷ കമ്മീഷൻ അന്വേഷണം നടത്തി പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം കലാപത്തിന് ആഹ്വാനം ചെയ്തവരും തിരികൊളുത്തിയവരെയും എല്ലാം തുറന്നു കാട്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനെയും അറസ്റ്റ് ചെയ്ത് അകത്താക്കുകയാണ്. ഡൽഹി സർക്കാരിന്റെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനെ നമുക്കറിയാമല്ലോ, വലിയ വിവാദം ഉയർത്തിവിട്ട സംഭവമായിരുന്നു. എന്ന് മാത്രമല്ല, വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ കലാപത്തിന് ആഹ്വാനം ചെയ്തവരാണെന്ന് മാധ്യമങ്ങൾ മുതൽ ജുഡീഷ്യറി വരെ വിരൽ ചൂണ്ടിയവർ, അവരെയൊക്കെ വിട്ടിട്ട് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സമരം നയിച്ച യുവാക്കളെ പിടികൂടി പോലീസ് കേസ് തട്ടിക്കൂട്ടുകയാണ്. ഡൽഹി കലാപത്തിന് ആഹ്വാനം ചെയ്ത മന്ത്രി അടക്കമുള്ളവർ മോചിപ്പിക്കപ്പെടുകയാണ്. കലാപകാരികൾക്ക് കലാപ കേസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ, SPPമാര്, സംഘപരിവാർ സ്വന്തക്കാർ, ഈ നിലയിൽ എല്ലാ തലത്തിലും സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് ഏകാധിപത്യം രാജ്യത്ത് അടിച്ചേൽപ്പിച്ച് ഒരു പ്രത്യേക ജനവിഭാഗത്തോടുള്ള അവരുടെ ഭീകരമായ സമീപനങ്ങളും നയങ്ങളും അവരെ തകർക്കാനും അടിച്ചമർത്താനും അവരുടെ വ്യക്തിത്വം, പൗരത്വം എല്ലാം റദ്ദാക്കാനും, അങ്ങനെ തങ്ങളുടെ ഭരണത്തെ തങ്ങൾ ചോദ്യം ചെയ്യുന്ന എല്ലാ എതിർ ശബ്ദങ്ങളെയും എന്നേക്കുമായി നിർവീര്യമാക്കാനും ഭരണകൂടത്തിന്റെ എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ ശക്തമായ ശ്രമം ഈ കോവിഡ് ലോക്ക്ഡൌണിന്റെ മറവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തെ, പ്രതിഷേധങ്ങളെല്ലാം മരവിച്ചു നിൽക്കുന്ന ഈ അനുകൂല സന്ദർഭം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭീകരമായ അട്ടിമറികളെ, 53-ലേറെ പേർ കൊല്ലപ്പെട്ട ഡൽഹി കലാപത്തിന്റെ പ്രതികൾ, അതിനാഹ്വാനം ചെയ്ത കപിൽ മിശ്ര എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ ആഹ്വാനങ്ങളൊക്കെ വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ, കട്ടർ ഹിന്ദുത്വ ഏകത എന്ന് പറയുന്ന ഒരു വാട്സാപ്പ് കൂട്ടായ്മ, അയാളുടെ കലാപാഹ്വാനം രാജ്യമോകെ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജുകളായി പരസ്പരം കലാപകാരികൾക്കെതിരെ കൈമാറിയതിന്റെ 1000-ഓളം മെസ്സേജുകൾ വെളിയിൽ വന്നിരിക്കുന്നു. കലാപം കഴിഞ്ഞതോടുകൂടി ആ വാട്സാപ്പ് ഗ്രൂപ്പ് പിരിച്ചുവിടപ്പെടുകയും ചെയ്തു. ഇതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കലാപത്തിന്റെ ഉത്തരവാദികൾ NRC വിരുദ്ധ പ്രക്ഷോഭകരായ വിദ്യാർത്ഥി നേതാക്കളും മുസ്ലിം മതേതര ആക്ടിവിസ്റ്റുകളുമാണെന്ന് വരുത്തി തീർത്ത് അവരുടെ ശബ്ദം കൂടി ഇല്ലാതാക്കാനും അവരെ തകർക്കാനും കഴിഞ്ഞാൽ ഇനി ഫാസിസ്റ്റ് സർക്കാരിന്റെ മുന്നോട്ടുള്ള പ്രയാണം എതിർ ശബ്ദങ്ങളില്ലാത്ത വിധം സുഗമമായിരിക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിഷ്ഠൂരമായി അടിച്ചമർത്ത ശ്രമങ്ങൾ എന്തുകൊണ്ടോ ഈ ലോക്ക്ഡൌണിന്റെ മറവിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നു എന്നത് ദൗർഭാഗ്യകരമാണ്. മൗനമാണ് ഏറ്റവും വലിയ ഭീകരത. ജിമ്മി കാർട്ടർ അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ 60 ലക്ഷം ജൂതന്മാരെ ഹിറ്റ്ലർ കൂട്ടക്കൊല ചെയ്യുമ്പോൾ അതിന് നേതൃത്വം നൽകിയത് അവിടുത്തെ ജനതയിൽ 6% മാത്രമാണ്. പക്ഷേ ബാക്കിയുള്ളവരുടെ മൗനമായിരുന്നു അതിന് ഹിറ്റ്ലർക്ക് സഹായകമായത് എന്ന് കാർട്ടർ നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ മൗനമാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇരകൾക്ക് വേണ്ടി ഉയരുന്ന ശബ്ദങ്ങൾ ഇന്ന് നിശബ്ദമാണ്, അത് നിലച്ചുപോയിരിക്കുന്നു. ഇരയാക്കപ്പെടുന്ന സമുദായവും ഇന്ന് ശബ്ദമുയർത്തുന്നതിൽ പിറകിലായി പോകുന്നു.
യഥാർത്ഥത്തിൽ ശബ്ദമുയർത്തിയതിൻ്റെ ഗുണഫലങ്ങളായിരുന്നു മോഡി സർക്കാരിനെ NRC സമീപനവുമായി നിയമവുമായി മുന്നോട്ട് പോകാൻ കഴിയാതെ പ്രതിസന്ധിയിലാക്കിയത് എന്നതും നാം തിരിച്ചറിഞ്ഞതാണ്. ഇന്ത്യ മഹാരാജ്യത്ത് ജനാധിപത്യപരമായ സമരങ്ങളുടെ പ്രസക്തിയും പ്രാധാന്യവും വരച്ചിട്ട മഹത്തായ പ്രക്ഷോഭങ്ങൾക്ക് ശേഷവും എന്തിനെതിരെയാണോ നാം സമരം ചെയ്തത്, ആ പ്രശ്നം അതിൻ്റെ ഏറ്റവും വലിയ രൂക്ഷതയിൽ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ നാം മൗനം തുടരുന്നു എന്ന് വന്നാൽ അത് സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ പിന്നീട് ഒരിക്കലും നമുക്ക് പ്രതിരോധിക്കാനാവാത്തതായിരിക്കും എന്ന തിരിച്ചറിവോടുകൂടി രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഏകോപിച്ചുകൊണ്ടും അതുപോലെ തന്നെ സമാന മനസ്കരായ മനുഷ്യത്വവും മതേതരബോധവുമുള്ള ഇന്ത്യൻ ജനതയുടെ പിന്തുണ ആർജിച്ചുകൊണ്ടും അവരുടെ കൂടി പ്രതിഷേധം അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ മോഡി സർക്കാരിന്റെ ഈ ഒരിക്കലും അനുഗുണമല്ലാത്ത ഈ സന്ദർഭം നോക്കി മറ്റെല്ലാ പ്രവർത്തനങ്ങളും നിഷ്ക്രിയമായിരിക്കുന്ന, ജനോപകാരപ്രദമായ മുഴുവൻ പ്രവർത്തനങ്ങളും നിഷ്ക്രിയമായിരിക്കുമ്പോൾ ജനോപദ്രവകരമായ പ്രവർത്തനങ്ങൾ, പെട്രോൾ ഡീസൽ വില വർധനവ് നാം കാണുകയാണ്. എത്രയാണ് വർദ്ധിച്ചത്? ചരിത്രത്തിൽ ആദ്യമായി പെട്രോളിന്റെ വിലയെ ഡീസൽ വില മറികടന്നിരിക്കുന്നു. 15ഓളം രൂപ കൂട്ടപ്പെട്ടിരിക്കുന്നു. ഈ ദുരന്തത്തിന്റെ മറവിൽ ഇങ്ങനെ മറ്റൊരുപാട് ഡീലിങ്ങുകൾ, ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഡീലിങ്ങുകൾ തന്റെ ഇഷ്ടപ്രകാരം ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാം ജനദ്രോഹപരം. ഇതൊന്നും നാം കണ്ടില്ലെന്ന് നടിക്കുന്നത് രാജ്യത്തെ ഒരിക്കലും തിരിച്ചുപിടിക്കാനാവാത്ത ദുരന്തത്തിലേക്കും കലാപത്തിലേക്കുമായിരിക്കും തള്ളിവിടുക എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിശക്തമായ പ്രതിഷേധമുയർത്താൻ ബന്ധപ്പെട്ടവർ സന്നദ്ധമാകണം എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയും ഈ മഹത്തായ ഈ സന്ദർഭത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ANRC എന്ന വിധത്തിൽ അഗൈൻസ്റ്റ് NRC ഓൺലൈൻ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും അഭിനന്ദിക്കുകയും തികച്ചും ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ട ദേശസ്നേഹപരമായ ഈ മഹത്തായ പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി താഹിരീൻ വഉമ്മഹാത്തിൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹും അജ്മഈൻ. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും ശക്തിപ്പെട്ട ഒരു ജനകീയ പ്രക്ഷോഭമായിരുന്നു പൗരത്വ നിയമത്തിനെതിരായുള്ള പ്രക്ഷോഭം എന്ന് പറയുന്നു. NRC, CAA, NPR തുടങ്ങിയ പൗരത്വവുമായി ബന്ധപ്പെടുകയും പ്രത്യേക വിഭാഗത്തെ, മുസ്ലിം സമൂഹത്തെ ആശങ്കയിലാഴ്ത്തുകയും എന്നാൽ എല്ലാവരെയും കൂടുതൽ ബാധിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഭരണ പരിഷ്കരണമായിരുന്നു, നിയമനിർമ്മാണമായിരുന്നു നമ്മുടെ പാർലമെൻറ്റിൽ ഇരുസഭകളും നടത്തിയ പൗരത്വ ഭേദഗതി നിയമമെന്ന് പറയുന്നു. അതിനെതിരെ രാജ്യമൊട്ടുക്കും വലിയ പ്രതിഷേധങ്ങൾ നടന്നു, പ്രക്ഷോഭങ്ങൾ നടന്നു. ഇതുവരെ രാജ്യം കാണാത്ത നൈരന്തര്യമുള്ള തുടർച്ചയുള്ള സമര പ്രക്ഷോഭങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചു. വിവിധങ്ങളായ സ്ഥലങ്ങളിൽ, ഡൽഹിയിലെ ഷാഹീൻ ബാഗിൽ എടുത്തു പറയേണ്ട ഒരു സമര പോരാട്ട വേദിയാണ്. ജാമിയ മില്ലിയയിലെ വിദ്യാർത്ഥികൾ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ, വിവിധങ്ങളായ സർവകലാശാലകളിലെ വിദ്യാർത്ഥി സമൂഹങ്ങൾ നടത്തിയ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ, ജാമിയ മില്ലിയയിലെ വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭമാണ് ഇന്ത്യ രാജ്യം ഒട്ടാകെ ഈ പ്രക്ഷോഭത്തെ ഏറ്റുപിടിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയും. ഇപ്പോൾ വിദ്യാർത്ഥി നേതാക്കൾ അവരുടെ സമയം, അതുപോലെ അവരുടെ വലിയ റിസ്ക്, ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഈ സമരത്തെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്ന് പന്തലിപ്പിക്കുന്നതിൽ പങ്കുവഹിച്ചത്. ഷാഹീൻ ബാഗിൽ ഡൽഹിയിൽ മാത്രം ഒതുങ്ങിയില്ല. ഉത്തർപ്രദേശിൽ, ഗുജറാത്തിൽ, രാജസ്ഥാനിൽ, ബീഹാറിൽ, അതുപോലെ തെലങ്കാനയിൽ, തമിഴ്നാട്ടിൽ, കേരളത്തിലെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഒക്കെ ധാരാളക്കണക്കിന് ഷാഹീൻ ബാഗുകളും ആസാദി സ്ക്വയറുകളും ഉണ്ടായി. ഇന്ത്യ രാജ്യത്തെ ഭരണകൂടം, സംഘപരിവാർ നേതൃത്വം നൽകുന്ന ഭരണകൂടം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വലിയ ശക്തിയായിട്ടാണ്
ഈ പ്രക്ഷോഭം രാജ്യത്ത് ഉയർന്നു വന്നത്. ഈ പ്രക്ഷോഭത്തെ മറികടക്കാൻ ശേഷിയില്ലാതെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാർ ഒരു പരിധിവരെ പ്രതിരോധിക്കേണ്ട ഘട്ടത്തിലേക്കും ചില സന്ദർഭങ്ങളിൽ അതിനെ മറച്ചു വെക്കേണ്ട സന്ദർഭത്തിലേക്കുമൊക്കെ പോകേണ്ടി വന്നു. അതിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു ഡൽഹിയിലെ ലജ്പത് നഗറിൽ അമിത്ഷാ ഇതിനനുകൂലമായി ഈ പൗരത്വ നിയമം രാജ്യ പുരോഗതിക്കും രാജ്യരക്ഷയ്ക്കും അനിവാര്യമാണെന്ന ക്യാമ്പയിൻ BJP ഇന്ത്യ ഒട്ടാകെ പ്രഖ്യാപിക്കുകയും അതിൻ്റെ തുടക്കമെന്ന നിലയിൽ ഈ ബില്ലിൻ്റെ ശക്തനായ വക്താവ് ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഈ ലജ്പത് നഗറിലേക്ക് ഇറങ്ങി വരികയാണ്. ആളുകളെ കാണാൻ വേണ്ടി, ആളുകളുമായി സംവദിക്കാൻ വേണ്ടി വരികയാണ്. പക്ഷേ ആ വീടുകളിലേക്ക് ഇറങ്ങുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ഗോ ബാക്ക് മുദ്രാവാക്യവുമായി തുണികൾ, നോ NRC, റിജക്റ്റ് NRC എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യങ്ങൾ എഴുതിയ തുണികൾ തലയിൽ വന്ന് വീഴുകയാണ്. ആ മണ്ഡലം ഉണ്ടായ കാലം മുതൽ BJPയുടെ കൂടെ നിന്ന് ആ ഒരു മണ്ഡലത്തിൽ അമിത്ഷാക്ക് തൻ്റെ ക്യാമ്പയിൻ പൂർത്തിയാക്കാതെ തിരിച്ചു പോരേണ്ടി വരുമാർ ശക്തിപ്പെട്ട ഒരു പ്രക്ഷോഭമായിരുന്നു പൗരത്വ നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭമെന്ന് പറയുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ലോകത്ത് വലിയൊരു മഹാമാരി വന്നു. കൊറോണ വൈറസ്, COVID-19 എന്ന് പറയുന്ന ഒരു മഹാമാരി ലോകത്തെ ലോക്ക്ഡൗൺ ആക്കി നിലനിർത്തി. ലോകത്തെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അതുപോലെ തന്നെ അത് ലോകത്തെ ആളുകളെ അവരുടെ ശരീരത്തെക്കുറിച്ചും അവരുടെ ജീവനെക്കുറിച്ചുമൊക്കെയുള്ള ആശങ്കയും പരിഭ്രാന്തിയും പരത്തുന്ന ഒരു സന്ദർഭത്തിലേക്ക് ആ ലോകം മുഴുവൻ വ്യാപിക്കുകയും ലോകത്തെ വൻകിട രാഷ്ട്രങ്ങൾ പോലും പകച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ടായി. പക്ഷേ ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഒരു വംശീയ മേൽക്കോയ്മയെ അധിഷ്ഠിതമാക്കി നിലനിൽക്കുന്ന ഏത് പ്രത്യയശാസ്ത്രം, അമേരിക്കയിലായാലും ബ്രിട്ടനിലായാലും ലോകത്തെ ഏത് രാജ്യത്തിലായാലും അവർക്ക് ഇത്തരം മഹാമാരികളൊന്നും പ്രശ്നമല്ല എന്നാണ് അമേരിക്കയിൽ ഈ അടുത്ത് നടന്ന ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന് പറയുന്ന കറുത്ത വർഗ്ഗക്കാരുടെ അതിജീവനത്തിൻ്റെ പോരാട്ടം ശക്തിപ്പെട്ട സന്ദർഭം. ജോർജ് ഫ്ലോയ്ഡ് എന്ന് പറയുന്ന മനുഷ്യനെ കഴുത്ത് ഞെരിച്ച് ഒരു കോഴിയെ കൊല്ലുന്ന ലാഘവത്തോടു കൂടി അതിനിഷ്ഠുരമായ രീതിയിൽ ഒരു വെള്ളക്കാരനായ പോലീസ് കൊല ചെയ്യുകയും അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അമേരിക്ക മാത്രമല്ല യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലും ഈ പ്രക്ഷോഭം ശക്തിപ്പെടുകയും ചെയ്തു. അങ്ങനെ കറുത്തവരും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നതിൽ സഹകരിക്കുന്നവരുമായ മുഴുവൻ മനുഷ്യരും ചേർന്നുകൊണ്ട് വലിയ പ്രക്ഷോഭമാണ് ഉണ്ടായത്. ജനാധിപത്യ രാജ്യം എന്ന രീതിയിൽ ലോകത്തിൻ്റെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന അമേരിക്ക അതിനെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ, ആക്രമണോത്സുകമായ രീതിയിലാണ് സമരത്തെ നേരിട്ടതെന്ന് അതിൻ്റെ പ്രക്ഷോഭ നാൾവഴികൾ പരിശോധിച്ചാൽ അറിയാം. അപ്പോൾ അവർക്ക് COVID-19 എന്ന് പറയുന്ന വലിയൊരു മഹാമാരി ലോകത്തെ ഇങ്ങനെ കാർന്നു തിന്നാൻ പാകത്തിൽ വന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും ഒരു വംശീയ അധികാര വ്യവസ്ഥയ്ക്ക് അവരുടെ വംശീയ അജണ്ടകൾ വളരെ കൃത്യമായി നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവരെല്ലാം ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വന്നാൽ സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ അവരുടെ അജണ്ട എന്ന് പറയുന്നത് വംശീയമാണ്, അതുപോലെ തന്നെ വരണ്യമാണ്. ആ വരണ്യവും വംശീയവുമായ അജണ്ടയെ ഇവിടെ സ്ഥാപിക്കുവാൻ ആവശ്യമായ ആസൂത്രിതമായ പദ്ധതികളും നിയമനിർമ്മാണങ്ങളുമാണ് ഓരോ സന്ദർഭങ്ങളിലും സംഘരാഷ്ട്രീയം ഈ രാജ്യത്ത് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഉദാഹരണം കാശ്മീർ ബില്ലുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ പൗരത്വ നിയമം, മുത്തലാഖ് തുടങ്ങിയ ഓരോ നിയമങ്ങളിലും ഈ വംശീയമായ ഒരു ചായ്വ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കശ്മീരിന് എന്തുകൊണ്ടാണ് വിജനമാക്കി? ഇന്നും ആയിരക്കണക്കിന് മനുഷ്യർ പല രീതിയിൽ അവർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ തോതിൽ മാൻ മിസ്സിങ്, കാണാതാവൽ എന്ന് പറയുന്ന അപ്രത്യക്ഷമാകുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ മിലിറ്ററിയും പോലീസും തന്നെ നിരപരാധികളായ ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു. അതുപോലെ ധാരാളം ആളുകൾക്ക് സ്വന്തം വീട് വിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നു. കച്ചവട സംവിധാനങ്ങളും ബിസിനസ് സംവിധാനങ്ങളും അവരുടെ എല്ലാ തൊഴിൽ മേഖലയും സ്തംഭിച്ചു നിൽക്കുന്നു. ഇങ്ങനെ തുടങ്ങി ഒരു രാജ്യത്തിൻ്റെ അകത്ത്, ഒരു സംസ്ഥാനത്തെ ഒട്ടാകെ 3 മുൻ മുഖ്യമന്ത്രിമാരെ അനേകം ദിവസങ്ങൾ പുറം ലോകവും വെയിൽ വെളിച്ചവും കാണാത്ത അവസ്ഥയിലേക്ക് മാറ്റി നിർത്തണമെങ്കിൽ എത്രത്തോളം ശക്തമായിരുന്നു അവിടെ നടപ്പിലാക്കിയ കിരാത നിയമത്തിൻ്റെ ശക്തി എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോ ഇൻ്റർനെറ്റ് കണക്റ്റായി, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു കശ്മീരിലെ വിദ്യാർത്ഥിയും നമ്മളും ഒരു ATM-ലേക്ക് പോയി പൈസ എടുക്കണമെങ്കിൽ കാശ്മീർ വിദ്യാർത്ഥിയുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ വരുന്നില്ല, നമുക്ക് പൈസ കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ അവൻ്റെ അക്കൗണ്ടിൽ പണമില്ലാത്തത് കൊണ്ടല്ല, കാശ്മീരി ആയതുകൊണ്ട്
ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന കശ്മീരികളായ ആളുകൾക്ക് പോലും ഈ വിവേചനം ഏറ്റുവാങ്ങാൻ, സ്വന്തം മാതാവ് ജീവിച്ചിരിപ്പുണ്ടോ പിതാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാൻ പറ്റാത്ത അത്രയും ക്രൂരമായ ഒരു നിയമത്തിന് ഈ ഇന്ത്യയിലെ സഭകൾ അംഗീകാരം നൽകുകയും കാര്യമായ എതിർപ്പുകളൊന്നും കൂടാതെ തന്നെ അത് നടപ്പിലാക്കുകയും ചെയ്തത് ആ സംസ്ഥാനത്തെ വിജനമാക്കുക എന്നാണ്. ഈ നിയമത്തിലൂടെ 3-4 കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ രാഷ്ട്രീയ നിലപാടിന് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി പകരുന്ന നിയമമാണ് കാശ്മീർ എന്ന് പറയും. ഒന്ന്, കാശ്മീരിനെ വിജനമാക്കാൻ സാധിക്കുന്നു. രണ്ടാമത്തത്, കാശ്മീരിലെ ജനസംഖ്യ ബാലൻസ്, അവിടുത്തെ സന്തുലിതത്തെ മറികടക്കാൻ സാധിക്കുന്നു. ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം സ്വാധീനമുള്ള ഒരു ലേക്ക് കുടിയേറ്റക്കാരായ, അതായത് പൗരത്വ നിയമം വഴി പുറന്തള്ളപ്പെടുകയും അവർക്ക് പൗരത്വം നൽകുകയും ചെയ്യേണ്ടി വന്നാൽ അതിർത്തി പ്രദേശങ്ങളായ ആസാം അതുപോലെ തന്നെയുള്ള പ്രദേശങ്ങളൊന്നും, നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങളൊന്നും ഇത്തരം പൗരന്മാരെ പ്രവേശിപ്പിക്കുകയില്ല. അതുകൊണ്ടാണ് ആസാമിൽ ശക്തമായ പ്രക്ഷോഭം ഇതിനെതിരെ നടക്കാനുള്ള കാരണം. ഈ ആളുകൾ ആരായാലും, ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആരായാലും ശരി, പൗരത്വ നിയമത്തിൽ പുറത്തു പോകുന്ന ആളെ ഞങ്ങളുടെ നാട്ടിൽ പിന്നീട് പൗരത്വം കൊടുത്ത് സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ ഇവരെവിടെ പുനരധിവസിപ്പിക്കും? അതിനു പറ്റിയൊരു സ്ഥലം കൂടി ഇന്ത്യ ഗവൺമെൻറ് കണ്ടെത്തുകയും ഈ ബില്ലിൽ പറയുന്നത് പോലെ സിഖ്, ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, പാഴ്സി, ജൈൻ തുടങ്ങിയ മതങ്ങളെയൊക്കെ, ബുദ്ധ മതങ്ങളുടെ പെട്ട ആളുകളൊക്കെ ഇവിടെ പുനരധിവസിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ ജനസംഖ്യയിലും വലിയൊരു മാറ്റം സംഭവിക്കുന്നു. അപ്പോൾ ഒരുപാട് അജണ്ടകളുടെ ആസൂത്രണത്തിൻ്റെയും ഗൂഢപദ്ധതിയുടെയും ഭാഗമായിട്ടാണ് ഒരു ബില്ല്. അതിനുശേഷമാണ് NRC വരുന്നത്, CAA വരുന്നത്. അതിനെ ജനങ്ങളിലേക്ക് ഏറ്റവും ഈസിയായൊരു വേയാണ് NPR എന്ന് പറയുന്നത്. സെൻസസ് എന്ന പേരിൽ നടപ്പിലാക്കുകയും NCR പ്രോസസ്സിലേക്ക് പോവുകയും ചെയ്യുന്ന ഒന്നാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള NPR എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്ന സന്ദർഭത്തിൽ ഈ രാജ്യത്തെ ഒരു വരേണ്യവർഗത്തിൻ്റെ അധികാര വ്യവസ്ഥ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് സംഘപരിവാർ എന്ന്. അവരുടെ സർവ്വസംഘാലകന്മാർ ഏത് കാസ്റ്റിൽപ്പെട്ടതാണെന്ന് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അവർ ഈ രാജ്യത്ത് നിലനിർത്താൻ ഉദ്ദേശിക്കുന്ന ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ശൈലിയിലാണ് അവരുടെ ഈ ഭരണവ്യവസ്ഥ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ വ്യവസായം വൈശ്യരായ അംബാനിക്കും അദാനിക്കും അതുപോലെ തന്നെ ഒക്കെ പതിച്ചു നൽകാൻ കഴിയുന്നത്, ബിർളക്കുമൊക്കെ പതിച്ചു നൽകാൻ കഴിയുന്നത് ഈ ഒരു ചാതുർവർണ്ണ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ പുനഃക്രമീകരിക്കാനും ജനാധിപത്യ വ്യവസ്ഥ എന്ന് പറയുന്ന മതനിരപേക്ഷ വ്യവസ്ഥ, മതേതരത്വം, സെക്യുലറിസം എന്നൊക്കെ പറയുന്നത് അവരുടെ കണ്ണിൽ യഥാർത്ഥത്തിൽ ഈ വ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള ഒരു മരുന്നാണ്, മറയാണ്. അതിനെ പൊളിച്ചെഴുതണം എന്ന ശക്തമായ വാദത്തിലാണ് അവർ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ രാജ്യത്തെ പൊതുബോധത്തെ അതിൻ്റെ കൂടെ നിർത്തുവാനും ആ പൊതുബോധത്തെ നേരത്തെ തന്നെ ഉൾച്ചേർന്നിട്ടുള്ള ഒരു വൻതോതിലുള്ള വിരുദ്ധ വികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് പൗരത്വ നിയമം വളരെ ഈസിയായി നടപ്പിലാക്കാമെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത ആളുകളെ, വിദ്യാർത്ഥി നേതാക്കളെ ഉമർ ഖാലിദ്, സഫൂറ സർഗർ, ഷർജീൽ ഉസ്മാനി, ഷർജീൽ ഇമാം, മീരാൻ ഹൈദർ തുടങ്ങിയ കുറേ അധികം ആളുകളെ അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥി നേതാക്കളൊക്കെ ആ ഇടയിൽ നടന്ന ഡൽഹി വംശഹത്യയിൽ പങ്കുചേർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഡൽഹി വംശഹത്യയിൽ പങ്കുചേർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ അതിൽ കള്ളക്കേസ് ചുമത്തിക്കൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്. ഡൽഹി കലാപം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യം കണ്ട കലാപങ്ങളിൽ വംശഹത്യകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വംശഹത്യയാണ്. 50 ആളുകൾ കൊല ചെയ്യപ്പെട്ടു, 14 പള്ളികൾക്ക് കേടുപാടുകൾ പറ്റി, ഒരൊറ്റ ക്ഷേത്രത്തിനും ഡൽഹിയിൽ കേടുപാടുകൾ പറ്റിയിട്ടില്ല. അതുപോലെ നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകൾ RSSൻ്റെ നേതൃത്വത്തിലും ആശീർവാദത്തോടു കൂടി ഹിന്ദു ഏക്ത ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നടന്ന സംഭാഷണങ്ങൾ പോലീസിന് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പോലീസ് അതിനെതിരെ കേസെടുത്ത ഇതുവരെ നമുക്കറിയില്ല. നിങ്ങൾ അതിലൊരാൾ പറയുന്ന കമൻറ്റ് പത്രങ്ങളിലൊക്കെ വന്നതാണ്, 21 മുസ്ലിങ്ങളുടെ തല ഞാൻ തകർത്തു, നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിരുന്നോ, നിങ്ങൾക്ക് നിങ്ങളുടെ ശത്രുവിനെ ഹനിക്കണമെങ്കിൽ തെരുവിലേക്ക് ഇറങ്ങൂ എന്ന് പറയും. അതിൻ്റെ A to Z കലാപത്തിൻ്റെ ആസൂത്രണവും ആഹ്വാനവും ചെയ്ത ഒരാളാണ് കപിൽ മിശ്ര എന്ന് പറയുന്ന വ്യക്തി. മുൻ ആദമിയുടെ നേതാവും ഇപ്പോൾ BJPയുടെ വക്താവുമായ കപിൽ മിശ്ര. അദ്ദേഹത്തിൻ്റെ കലാപാഹ്വാനം ചെയ്യുന്ന പ്രസംഗങ്ങൾ ധാരാളമുണ്ട്. അദ്ദേഹത്തിനെതിരെയും കേസ് ചാർജ് ചെയ്തിട്ടില്ല എന്നറിയാം. പക്ഷേ നിരപരാധികളായി പൗരത്വ പ്രക്ഷോഭത്തിൻ്റെ മുന്നണി പോരാളികളായ ആളുകളെ ഈ കേസിൽ പങ്കുണ്ട്, ഇതിന് ആഹ്വാനം ചെയ്തു എന്ന പേരിൽ കരിനിയമങ്ങൾ ചുവത്തി അവരെ ജയിലറകളിൽ തള്ളിവിടുകയും ചെയ്യുകയാണ്. അപ്പോൾ RSSനെ സംബന്ധിച്ചിടത്തോളം
ഇന്ത്യ രാജ്യമെന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്ത് ഇനി വരാനിരിക്കുന്നതും വന്നതുമായ ഏത് വൈറസിനേക്കാളും മാരകമായൊരു വൈറസാണ് സംഘ് പരിവാർ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഈ സംഘ് പരിവാർ രാഷ്ട്രീയത്തോട്, കോവിഡിനോട് ഏത് തരത്തിലുള്ള ജാഗ്രതയാണോ ഇന്ത്യൻ സമൂഹം സ്വീകരിച്ചത്, ആ ജാഗ്രത സ്വീകരിച്ചാൽ മാത്രമാണ് ഈ രാഷ്ട്രീയത്തെ തുരത്താൻ നമുക്ക് കഴിയും. ഈ വൈറസിൻ്റെ വംശീയ വെറിയുടെ രാഷ്ട്രീയത്തെ തുരത്താൻ നമുക്ക് കഴിയും. അപ്പോൾ ഈ രാജ്യത്തിന് ഇത് ആവശ്യമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച് തെരുവ് പ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കിട്ടിയൊരു മറ മാത്രമാണ് COVID-19 എന്ന് പറയുന്നത്. ഓരോ പൗരത്വ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത നേതാക്കന്മാരെ പിൻ പോയിന്റ് ചെയ്ത് അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു, കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ടിരിക്കുന്നു. ഡൽഹി പുനരധിവാസ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ പേരുകൾ കേസെടുക്കുന്നു. ഇങ്ങനെ ധാരാളം ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം നേരിട്ട്, ഡൽഹി ഭരണകൂടവും ഡൽഹി പോലീസും ഡൽഹിയിലെ എല്ലാ സംവിധാനങ്ങളെയും ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് നിയന്ത്രിക്കുകയും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വംശവെറിയുടെ വേട്ട ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ പൗരത്വ പ്രക്ഷോഭത്തിൻ്റെ 2ാം ഘട്ടം ആരംഭിച്ചേ മതിയാവും. ഈ ജനതയുടെ പോരാട്ട വീര്യത്തിന് ഒരിക്കലും ലോക്ക്ഡൗൺ ചെയ്യാൻ ഒരു രാഷ്ട്രീയ ശക്തിക്കും ഒരു സംഘ് രാഷ്ട്രീയത്തിനും സാധ്യമല്ല എന്ന് പ്രഖ്യാപിക്കേണ്ട ഘട്ടമാണ് നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരായി പതുക്കെ വേട്ടയാടുകയും ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ഒരു സാഹചര്യം ഉണ്ടായ സന്ദർഭം അവരുടെ വംശീയ രാഷ്ട്രീയത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നത് RSSനെ സംബന്ധിച്ചിടത്തോളം പ്രതിജ്ഞാബദ്ധമാണ്. അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഓരോ ഇൻസിഡൻറ്റും എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എതിരാളികളെ വേട്ടയാടുവാനും ക്രൂരമായി കൊല ചെയ്യാനും ആവശ്യമായ ഒരു സംവിധാനത്തിൻ്റെ മറ മാത്രമായിരുന്നു RSSനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണ് RSS പ്രവർത്തന നിരതമാണ്. വംശീയ അജണ്ടകളും വംശീയ പ്രചാരണങ്ങളുമായി ഇപ്പോഴും വളരെ ശക്തിപൂർവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ഈ ഓരോ പ്രതിസന്ധികളെയും RSSനെ സംബന്ധിച്ചിടത്തോളം അവരെ വംശീയ പ്രചാരണത്തിൻ്റെ ഉപാധികളാക്കി മാറ്റുകയും ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് അതിനെതിരെ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. സമരപ്രക്ഷുബ്ധമാണ്ട നമുക്ക് നിയമം അനുവദിച്ചിട്ടുള്ള സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഇതിനെതിരെ ശബ്ദിക്കുകയും സമരപ്രക്ഷോഭങ്ങൾ മുഴക്കുകയും ഈ രാജ്യത്തെ 2ാം ഘട്ട പ്രക്ഷോഭത്തിലേക്ക് സാധ്യമാവുന്ന രീതിയിൽ വെർച്വൽ ഇടങ്ങൾ ശക്തിയായ ഒരു പ്രക്ഷോഭത്തിലേക്ക് എത്തുകയും ചെയ്യേണ്ട ഘട്ടത്തിലാണ്. അതുകൊണ്ട് ആസാദി സ്ക്വയറുകൾ നേരത്തെ പോലെ ഓഫ്ലൈനിൽ ശക്തിപ്പെടാൻ സാധ്യമല്ലെങ്കിൽ ഓൺലൈനുകളിൽ ആസാദി സ്ക്വയറുകൾ, വെർച്വൽ സമരങ്ങൾ പ്രക്ഷുബ്ധമാവേണ്ട സന്ദർഭത്തിലാണ്. വംശീയ അജണ്ടയെ, വംശീയ വേട്ടയെ ചെറുക്കാൻ നമ്മുടെ പോരാട്ട വീര്യത്തെ ഒരിക്കലും ലോക്ക്ഡൗൺ ചെയ്യാതിരിക്കുക. നമ്മുടെ പോരാട്ട വീര്യത്തെ, നമ്മുടെ ആത്മവീര്യത്തെ ഒരിക്കലും തളർത്താൻ അനുവദിക്കാതിരിക്കുക എന്നതാണ്. അതുകൊണ്ട് കഴിഞ്ഞുപോയ ഷാഹീൻ ബാഗിലെയും പൗരത്വ നിയമത്തിനെതിരെയുള്ള സമരപ്രക്ഷോഭങ്ങളിലും ഇത്തരമുള്ള ആത്മവീര്യത്തിൻ്റെ ഒരുപാട് ഏടുകൾ 92 വയസ്സായ അസ്മാ ഖാത്തൂനെ പോലെയുള്ള ആളുകളാണ് ഡൽഹിയിലെ കൊടും തണുപ്പിൽ സമരപ്രക്ഷുബ്ധമായ ദിനങ്ങൾ തള്ളി നീക്കിയത്. അതുപോലെ തന്നെ തോക്ക് ചൂണ്ടി വന്ന ഒരു RSSകാരൻ്റെ മുന്നിൽ നെഞ്ചുവിരിച്ച് ഈ സമരത്തെ നയിച്ച ചെറുപ്പക്കാരായിരുന്നു ഈ സമരത്തിൻ്റെ ഐക്കൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡൽഹി പോലീസിൻ്റെ മുന്നിൽ അവരുടെ കിരാതമായ മർദ്ദനങ്ങളെ വിരല് ചൂണ്ടി ആയിഷ റന്നയും ലതീദ പോലെയുള്ള, അതുപോലെ തന്നെ റാനിയെ പോലെയുള്ള അനേകം വിദ്യാർത്ഥിനികളാണ് ഈ സമരത്തിന് ത്യാഗാർപ്പണം ചെയ്തുകൊണ്ട് ഈ സമരത്തെ പ്രോജ്വലിപ്പിച്ചു നിർത്തിയത്. അതുകൊണ്ട് ആ ത്യാഗവും അതുപോലെ തന്നെ ആ സമർപ്പണ ബോധവും ഇനിയും നഷ്ടപ്പെടാതെ അത് കൈമുതലാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ കാത്തു സൂക്ഷിക്കുവാനും ഈ രാജ്യത്തിൻ്റെ പാരമ്പര്യവും പൈതൃകത്തെയും തിരിച്ചു പിടിക്കാനുമുള്ള അശ്രാന്ത പോരാട്ടത്തിലും പരിശ്രമത്തിലും നമ്മൾ ഏർപ്പെടണം. ഹദറത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ചരിത്രമൊക്കെ പഠിക്കുകയും അത് ധാരാളമായി പറയുകയും പകർത്തുകയുമൊക്കെ ചെയ്ത നാളുകളാണ് കഴിഞ്ഞുപോയത്. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ അദ്ദേഹം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂരനായ ഭരണാധികാരിയോട്, നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരിയോട് കലഹിച്ച ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നമ്രൂദ് പറയുന്നത് അന ഒഹീ വ ഉമീത് എന്നാണ്, ഞാനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ എന്നായിരുന്നു. ഇന്നും
ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ആരാണ് ജയിലിൽ പോകേണ്ടത്? ഗർഭിണിയെ ജയിലിലടക്കണോ, അല്ല അവരെ ജയിലിന് പുറത്തു വിടണോ? നിരപരാധിയെ ജയിലിലടക്കണം, അപരാധിയെ ശിക്ഷിക്കാതെ വെറുതെ വിടണം, സ്വൈരവിഹാരം നടത്താൻ ഉള്ള അവസരം നൽകണം തുടങ്ങിയ അന ഒഹീവ ഉമീത്ത് എന്ന് പറയുന്ന ആ നമ്രൂദിൻ്റെ അതേ മുദ്രാവാക്യം ഫാസിസ്റ്റ് ഭരണകൂടം ഈ രാജ്യത്ത് മുഴക്കുമ്പോൾ ഫബുഹിത്തല്ലദി കഫർ, ഇബ്രാഹിം അലൈഹിസ്സലാം തീരുമാനിച്ചതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ നിശ്ചയദാർഢ്യം കൈമുതലായി നമ്മൾ ഇന്ന് പ്രഖ്യാപിക്കേണ്ടത് അനീതിയും അക്രമവും കൈമുതലാക്കിയ ഒരു അധികാര വിവസ്ഥ രാജ്യത്ത് വാഴുന്ന സമയത്ത് അവരെ ഉത്തരം മുട്ടിക്കാൻ, അവരോട് ചെയ്യുന്ന നിങ്ങൾ അനീതിയാണെന്ന് വിളിച്ചു പറയാൻ നമ്മുടെ കൈവിരലുകൾ ഉയരാത്ത കാലത്തോളം, നമ്മുടെ നാവ് ചലിക്കാത്ത കാലത്തോളം, നമ്മുടെ കണ്ണുകൾ രോഷാകുലമാവാത്ത കാലത്തോളം ഈ അനീതിയുടെയും അക്രമത്തിൻ്റെയും മർദ്ദനത്തിൻ്റെയും ഇരകളായി നമ്മൾ ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് അതിന് സമ്മതിക്കാത്ത ആത്മവീര്യത്തെ, ഒരിക്കലും ലോക്ക്ഡൗൺ ചെയ്യാത്ത, ഒരിക്കലും മറക്കാത്ത, ഒരിക്കലും താഴോട്ടോ ഒരിക്കലും നമ്മൾ മറയിട പിന്നിലേക്കോ വലിച്ച് കൊണ്ടുപോകാത്ത ഈ ആത്മവീര്യത്തെ കൈമുതലാക്കിക്കൊണ്ട് രാജ്യത്തെ നീതിക്കും രാജ്യത്തെ സമാധാനത്തിനും വേണ്ടി അക്രമികളായ ഭരണകൂടത്തോട് നീതിയുടെയും സമാധാനത്തിൻ്റെയും വാക്യങ്ങൾ ഉറക്കെ പൊളിച്ചു പറയുന്ന ധർമ്മസമരത്തിന് നമ്മൾ തയ്യാറാവണം. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളിൽ, സംവിധാനങ്ങളിൽ നമ്മൾ മുഴുകുകയും ചെയ്യണം. എന്നാൽ മാത്രമാണ് ഈ രാജ്യത്തെ തിരിച്ചുപിടിക്കാൻ നമുക്ക് കഴിയൂ. ഈ രാജ്യത്തെ കാർന്നു തിന്ന വംശീയ വൈറസ്, RSSൻ്റെ വംശീയ വൈറസിൽ നിന്ന് നമുക്കെല്ലാവർക്കും മോചിതമാവാൻ കഴിയൂ. അതുകൊണ്ട് ഈ രാജ്യമൊട്ടാകെ ശാരീരികവും സാമൂഹികവുമായ ഡിസ്റ്റൻസ് പുലർത്തിയാൽ മാത്രമാണ്, ഈ വൈറസിൽ നിന്ന് ഡിസ്റ്റൻസ് പുലർത്തിയാൽ മാത്രമാണ് ഈ രാജ്യത്തെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുക. അതിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാന്യരെ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാഷ്ട്രമാണ് ഇന്ത്യ. ലോകത്തൊരു സ്ഥലത്തും കാണാത്തത്ര സൗഹാർദ്ദവും സമത്വവും സന്തോഷത്തോടു കൂടിയും ജനങ്ങൾ ജീവിക്കുന്ന രാജ്യം. മാത്രമല്ല, വിവിധ ദേശക്കാർ, ഭാഷക്കാർ, വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഒരമ്മ പറ്റ മക്കളെ പോലെയായിരുന്നു നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ മതേതരത്വ ജനാധിപത്യ സന്തോഷകരമായ ജീവിതത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ 6 വർഷക്കാലമായി BJP ഗവൺമെന്റിന്റെ നിലപാടുകളും അവരുടെ നയങ്ങളുമെല്ലാം എന്ന് നിങ്ങൾ ഓരോരുത്തരോടും വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. മതേതരത്വ രാജ്യമായ ഇന്ത്യയെ ഒരു മത രാജ്യമാക്കി മാറ്റാനുള്ള പടിപടിയായുള്ള ശ്രമങ്ങളാണ് RSSന്റെ നേതൃത്വത്തിലുള്ളതായ BJP ഗവൺമെന്റ് നാളിതുവരെ നടത്തിക്കൊണ്ടുവന്നത്. 1924 സ്ഥാപിതമായ RSS എന്ന രാജ്യത്തിന്റെ ഏറ്റവും വലിയ ക്യാൻസർ 100 വർഷം ഇവിടെ പൂർത്തിയാകുമ്പോഴേക്കും ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കുക, ഒരു മതരാഷ്ട്രമാക്കുക എന്നുള്ളത് അവരുടെ മുഖ്യമായ അജണ്ട തന്നെയാണ്. അതിന് ഓരോരോ അവരുടെ നിയമങ്ങളെല്ലാം കഴിഞ്ഞ 6 വർഷക്കാലമായി അവർ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഏറ്റവും പുതിയതായിട്ട് നാം നേരിട്ടതാണ് പൗരത്വ ഭേദഗതി ബില്ല് കൊണ്ടുവന്ന് ഇവിടുത്തെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹത്തെ അടക്കം ഈ രാജ്യത്ത് നിന്ന് കെട്ടുകെട്ടിക്കുക എന്നുള്ളത്. പക്ഷേ ആ BJP ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തെ രാജ്യത്തിന്റെ വിവിധങ്ങളായ കലാലയങ്ങളിൽ നിന്ന് തന്നെയായിരുന്നു അതിനെതിരെ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. അധികാരവർഗത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് രാജ്യം മുഴുവനും പൗരത്വ ഭേദഗതി നിയമത്തിനെ ശക്തമായി എതിർത്തുകൊണ്ട് കലാലയങ്ങളിൽ നിന്നും തുടങ്ങിയതായി പ്രക്ഷോഭം രാജ്യത്തിന്റെ ഗ്രാമാന്തരങ്ങളിലെല്ലാം ആളിപ്പടർന്നതാണ്. അത് പരിപൂർണമായി വിജയമായി നിൽക്കുമ്പോഴായിരുന്നു കൊറോണ എന്ന് പറയുന്നതായ ലോകം മുഴുവനും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് കൊറോണ വൈറസ് ഈ രാജ്യത്ത് വന്നത്. ഈ രാജ്യത്ത് നല്ല ലോകത്ത് തന്നെ. അപ്പോൾ ആരോഗ്യ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ആരോഗ്യം സൂക്ഷിക്കുക എന്നുള്ള ആ പ്രോട്ടോകോൾ കൃത്യമായി നിർവഹിച്ചുകൊണ്ട് പ്രക്ഷോഭം നടത്തിയതായ സമരം നടത്തിയ മുസ്ലിമീങ്ങൾ അടക്കമുള്ളവർ അതിൽ നിന്ന് പിൻവാങ്ങുകയാണ് ചെയ്തത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, സത്യത്തിൽ ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് ഈ രാജ്യത്തിന് ഇപ്പൊ ഏറ്റവും വലിയ 2 വൈറസുകളാണ്. ഫാസിസം എന്ന് പറയുന്ന വൈറസിനെ ശക്തമായ രീതിയിൽ പ്രതിരോധിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് കൊറോണ വൈറസ് കടന്നു വന്നത്. ഇപ്പൊ കൊറോണ വൈറസിനെയും ഫാസിസം എന്ന വൈറസിനെയും ഒരേപോലെ തന്നെ നേരിടേണ്ടി വരുന്നതായ ഒരവസ്ഥയാണ്. സാമ്രാജ്യത്വ ശക്തികളെല്ലാം
അധികാര ശക്തികളെല്ലാം ഈ കൊറോണ വൈറസിന്റെ ഈ അവസ്ഥയിൽ അതിനെ ഇവിടുന്ന് മാറ്റുക, അതിനെ തുടച്ചു നീക്കുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഇവിടുത്തെ പാവങ്ങളായ ജനങ്ങളെ അടിച്ചമർത്താനും അവിടെ തുറച്ചേക്കാനുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒട്ടും വിദൂരത്തല്ല, അല്ലെങ്കിൽ ഒട്ടും പിന്നിലില്ല നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റും എന്നുള്ളത്. പ്രക്ഷോഭം ജനാധിപത്യപരമായിരുന്നു. അതുപോലെ തന്നെ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരുന്നു. വിദ്യാർത്ഥികളായിരുന്നു അതിന്റെ നേതൃത്വം. പക്ഷേ ഈ കൊറോണ കാലഘട്ടത്തിൽ, ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിലെല്ലാം അലിഗഡിലെയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലെയും എല്ലാം വിദ്യാർത്ഥികൾ പ്രക്ഷോഭം സമാധാനപരമായി, രാജ്യത്തിന്റെ നിയമങ്ങളെ ഒട്ടും തന്നെ കാറ്റിൽ പറത്താതെ നടത്തിക്കൊണ്ടിരുന്ന സമാധാനപരമായി നടത്തിയ ആ പ്രക്ഷോഭങ്ങൾ അവരെല്ലാം രാജ്യദ്രോഹം കുറ്റം ചുമത്തിക്കൊണ്ട് ജയിലിലടയ്ക്കുന്ന, അതുപോലെ തന്നെ വലിയ വലിയ ഭീകരവാദ കരിമ്പട്ടികയിൽ ചേർക്കുന്നതായ ഒരു ദുരവസ്ഥയാണ് നാം കണ്ടുവരുന്നത്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ നമുക്കറിയാം, ഗർഭിണിയായ സഫൂറ ബർഗാർ എന്ന് പറയുന്ന നിരാലംബയായ ഗർഭിണിയായ പെൺകുട്ടി ദിവസങ്ങളോളം ജയിലിൽ കിടക്കേണ്ടി വരുന്നു. മനുഷ്യാവകാശ പ്രവർത്തകൻ നിരന്തരം ഡൽഹി പോലീസിനോടും അതുപോലെ തന്നെ രാജ്യത്തിന്റെ ഭരണകൂടത്തോടും പറഞ്ഞു, ഒരു കാരണവശാലും സമാധാനപരമായി നടത്തിയ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായി മുന്നോട്ട് പോയ ഈ സമരക്കാരെ ഒരു കാരണവശാലും അവർ ഉപദ്രവിക്കാൻ പാടില്ല, അവർക്കെതിരെ കേസെടുക്കാൻ പാടില്ല എന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ പോലും പറഞ്ഞിട്ടും അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ഗവൺമെന്റ്, ഫാസിസ്റ്റ് ഗവൺമെന്റ് അവരുടെ പ്രതികാര നടപടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് സർജീൽ ഉസ്മാൻ എന്ന് പറയുന്നതായ ഒരു വിദ്യാർത്ഥി, അതായത് മഫ്തിയിൽ 5 പേര് വന്നിട്ട് ഒരു നിയമവും പാലിക്കാതെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയ എങ്ങടാണെന്ന് ചോദിച്ചപ്പോൾ പോലും അവരതിന് മറുപടി കൊടുക്കാതെ തികച്ചും ഒരു ശത്രുതാപരമായ ഒരു നടപടിയായിരുന്നു ആ വിദ്യാർത്ഥിയോട് നടത്തിയത്. സത്യത്തിൽ ഫാസിസ്റ്റ് ഭരണകൂടത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, രാജ്യം ഇങ്ങനെ ഒരു ഭീതിയിലാണ്ടപ്പോൾ, ലോകം മുഴുവനും ഇതിന്റെ ഈ രോഗാതുരമായ അവസ്ഥയിൽ നിന്നപ്പോൾ പോരാളികളുടെ പോരാട്ടം തെല്ലുപോലും ശമിച്ചിട്ടില്ല, ഊർജം പോയിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം വിശ്വാസിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച്, ഈ രാജ്യത്താണ് ഞങ്ങൾ ജീവിച്ചത് എങ്കിൽ ഇവിടെ തന്നെ ഞങ്ങൾ മരിക്കും. ഇത് ഞങ്ങൾക്ക് കൂടി അവകാശപ്പെട്ട മണ്ണാണ്. കാരണം വിശ്വാസിയുടെ ജീവിതം എന്ന് പറഞ്ഞ പോരാട്ടമാണ്. നമ്മളിപ്പോ ഒരു വലിയ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പോരാളിയെ ചർച്ച ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ് മഹാനായ ഹസ്രത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ജീവിതം മുഴുവനും പോരാട്ടമായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ ഫാസിസ്റ്റായ നമ്രൂദുമായിട്ടുള്ള പോരാട്ടം, അധർമ്മത്തിനെതിരെയുള്ള പോരാട്ടം, ജീവിതം മുഴുവനും പോരാട്ടമായതുകൊണ്ടാണല്ലോ ഹസ്രത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയെ വിശുദ്ധ ഖുർആൻ ഉമ്മത്തി എന്നാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഉമ്മത്ത്, വ്യക്തിയല്ല, പ്രസ്ഥാനമെന്ന്. ആ മഹാനുഭാവന്റെ ജീവിതം അപ്പാടെ തന്നെ സ്വജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു പോരാട്ടം തന്നെയാണ്. ഫാസിസത്തോടും അതുപോലെ തന്നെ കൊറോണയോടുമുള്ളതായ COVID-19 എന്ന് പറയുന്ന വൈറസിനോടുമെതിരെയുള്ളതായ പോരാട്ടം. ഇവിടെ നിങ്ങൾ തോൽക്കുകയല്ലാതെ നിങ്ങൾ ഒരിക്കലും ജയിക്കില്ല. ഞങ്ങൾ തൽക്കാലം ഒന്ന് പിന്മാറി എന്നേ ഉള്ളൂ. ഒട്ടും പ്രക്ഷോഭത്തിൽ നിന്ന്, ഈ രാജ്യത്തെ ഫാസിസത്തിൽ നിന്ന് മോചിപ്പിക്കാതെ, ഈ രാജ്യത്തെ ഏകാധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കാതെ പോരാട്ട ഭൂമിയിൽ നിന്ന് ഒരു തുള്ളി പോലും പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇത്തരണത്തിൽ പറയാനുള്ളത്. രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ വിശ്വാസികളൊക്കെ ഞങ്ങളുടെ കൂടെയുണ്ട്. ഹിന്ദു രാഷ്ട്രമാക്കുക, സത്യത്തില് ഇവർ പറയുന്ന ഈ ബജ്റംഗ് ദളിന്റെ അതുപോലെ തന്നെ RSSന്റെ സംഘപരിവാര ശക്തികൾ എത്രത്തോളം ഹിന്ദുത്വമുണ്ട്, ഹൈന്ദവതയുണ്ട്. ഹൈന്ദവത എന്ന് പറഞ്ഞ വലിയൊരു സംസ്കാരമാണ്, വലിയൊരു സമാധാനത്തിന്റെ സംസ്കാരമാണ്. അതിൽ തെല്ലുപോലും ഇല്ലാത്ത ഇവർ ഹൈന്ദവത അവകാശപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ പറയുന്നത് ഹിന്ദുത്വമല്ല, ഹൈന്ദവതയല്ല, അത് ഫാസിസമാണ് എന്ന് മനസ്സിലാക്കിയാണ് ലോകം. അതുകൊണ്ട് ഈ രാജ്യത്തെ നിങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നത് വരേക്കും ഞങ്ങളുടെ പോരാട്ടത്തിന് ഒരു തുള്ളി പോലും ശമനമില്ല എന്നും മാത്രമല്ല, മനുഷ്യാവകാശ പ്രവർത്തകരും രാജ്യസ്നേഹികളുമെല്ലാം ഈ COVID-19 ഈ മറ പിടിച്ചുകൊണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പോരാട്ടത്തിലിറങ്ങിയ സമര പോരാളികളെ അടിച്ചമർത്താനുള്ളതായ ശക്തമായ ഈ ഗവൺമെന്റിന്റെ അവരുടെ അജണ്ടകൾക്കെതിരെ ശക്തമായി നിലകൊള്ളണമെന്നും ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു തആല ഈ രാജ്യത്തെ സമാധാനത്തിലും സന്തോഷത്തിലും ആക്കുമാറാവട്ടെ. ഫാസിസത്തെ അല്ലാഹു തആല ഇവിടുന്ന് എടുത്തെറിയുമാറാവട്ടെ. അല്ലാഹു തആല ലോകം അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ മാറ്റുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയങ്കരായ സഹോദരങ്ങളെ,
രക്ഷിതാക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അനുഗ്രഹങ്ങൾ നാം ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുന്നു. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് പാർലമെൻറ്റ് പാസാക്കിയതിനെ തുടർന്ന് അഖിലേന്ത്യാ തലത്തിൽ രൂപീകൃതമായ അലയൻസ് അഗെയിൻസ്റ്റ് CAA NRC NPR എന്ന കൂട്ടായ്മയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സംഘ് അജണ്ടയെ പ്രതിരോധിക്കുക, ഭരണകൂട ഭീകരതയെ ചെറുക്കുക എന്ന തലക്കെട്ടിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഇവിടെ സമാപിക്കുകയാണ്. തൃശ്ശൂരിൻ്റെ ബഹുമാന്യനായ MP TN പ്രതാപൻ, പാർലമെൻറ്റിൻ്റെ കരുത്തുറ്റ ശബ്ദം ജനാബ് ET മുഹമ്മദ് ബഷീർ, സാഹിത്യ രംഗത്തെ കരുത്തുറ്റ ശബ്ദമായ P സുരേന്ദ്രൻ സാർ, അതുപോലെ മത, രാഷ്ട്രീയ, സാഹിത്യ, സാമൂഹിക രംഗങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഒരുമിച്ച് കൂടിയ ഈ സംഗമം നമ്മുടെ നാടിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധ ശബ്ദങ്ങളുടെ ഒരു പരിച്ഛേദമാണ്. നമുക്കറിയാം, സംഘ് പരിവാർ അധികാരത്തിലേറിയ ശേഷം പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ട ബില്ലുകളെല്ലാം വിഭാഗീയതയെ തുണക്കുകയും മനുഷ്യത്വ വിരുദ്ധവുമായിട്ടായിരുന്നു മുന്നോട്ട് പോയത്. എന്നാൽ CAA അതൊരു ആക്റ്റായി മാറിയതിനു ശേഷം ഭരണസ്ഥിരാ കേന്ദ്രത്തിനകത്തും പുറത്തും ഉയർന്ന പ്രതിഷേധ ജ്വാലകൾ നാം കണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാവി നിയന്ത്രിക്കേണ്ടുന്ന ഉന്നത കലാലയങ്ങളിലെ വിദ്യാർത്ഥികൾ അവർ തങ്ങളുടെ ദൗത്യം തിരിച്ചറിയുകയും അതിൻ്റെ നിർവഹണത്തിന് വേണ്ടി മുന്നോട്ട് വരികയും ചെയ്തു. അങ്ങനെ നമ്മുടെ തലസ്ഥാന നഗരി പ്രതിഷേധം കൊണ്ട് ഇരമ്പി. അതിന് ശക്തി പകർന്നുകൊണ്ടാണ് നമ്മുടെ നാടിൻ്റെ തെരുവോരങ്ങളും പ്രതിഷേധത്തിൻ്റെ മനുഷ്യക്കടലായി മാറിയത്. ഷാഹീൻ ബാഗുകൾ തലസ്ഥാന നഗരിയിൽ എന്ന പോലെ രാജ്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ ഉയർന്നു വന്നു. കൈക്കുഞ്ഞുങ്ങളായി പോലും സ്ത്രീജനങ്ങൾ ഈ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി വലയം തീർത്തു എന്ന് നാം അറിയുന്നു. ഈ പ്രതിഷേധ ജ്വാലകൾക്ക് മുമ്പിൽ അധികാരികളുടെ മുട്ടുവിറച്ചു. ഏകാധിപതികൾ അവർ പറഞ്ഞിരുന്ന വാക്കുകൾ, ധാർഷ്ട്യത്തോടെ അവർ ഉരുട്ടിരുന്ന വാക്കുകൾ മാറ്റി പറയാനായി ആരംഭിച്ചു. ആ സന്ദർഭത്തിലാണ് ലോകത്തെ ആകമാനം നിശ്ചലമാക്കിക്കൊണ്ട് കൊറോണ വൈറസ് COVID-19 നമ്മുടെ രാജ്യത്തെ പൂർണ്ണമായി ബന്ധിതരാക്കിയത്. രോഗമാസകലം ഈ രോഗത്തിൻ്റെ വ്യാപനത്തിൽ ഭയന്നു. മനുഷ്യൻ ഈയാമ്പാറ്റകളെ പോലെ മരിച്ചൊടങ്ങാൻ തുടങ്ങി. ഇങ്ങനെ ലോകത്ത് നിറഞ്ഞു നിന്ന ഈ ഭീതിക്കിടയിൽ സംഘ് പരിവാരത്തിൻ്റെ കഴുകക്കണ്ണുകൾ പതിഞ്ഞത് CAA അല്ലെങ്കിൽ പൗരത്വ ബില്ലിനെതിരെ പ്രതിഷേധമുയർത്തുന്നതിന് നേതൃത്വം നൽകിയ യുവസമൂഹങ്ങളെയും അതിൻ്റെ നേതാക്കളെയുമായിരുന്നു. അവരിൽ ഓരോരുത്തരെയായി അവർ കള്ളക്കേസുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തു. UAPA പോലും ചുമത്തി ജയിലിലടയ്ക്കാൻ അവർ ധാർഷ്ട്യം കാട്ടു. അങ്ങനെ പ്രതിഷേധത്തിൻ്റെ അഗ്നി അണയ്ക്കാനും ഈ പ്രതിഷേധ ശബ്ദങ്ങൾക്ക് അറുതി വരുത്താനും ഇവരുടെ എല്ലാവരുടെയും സമര ആവേശത്തെ ഇല്ലാതാക്കാനും ഇത് മുഖേന സാധിക്കും എന്ന് സംഘശക്തികൾ സ്വപ്നം കണ്ടു. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് നമുക്ക് ലഭ്യമായ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ഇല്ല, പ്രതിഷേധത്തിൻ്റെ ആരവങ്ങൾ ഒടുങ്ങിയിട്ടില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ നാം ഇത്തിരി നേരം ഒത്തുകൂടിയത്. പ്രിയപ്പെട്ടവരെ, നാം മറ്റൊരു ഓഗസ്റ്റ് മാസത്തിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. ഒരു സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആഘോഷത്തിൻ്റെ അണ്ടർതിയുടെ വേളയിലാണ് നാം ഉള്ളത്. ഈ രാജ്യത്തെ എങ്ങനെയാണ് അതിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത് എന്ന ചരിത്രം നാം പലവരും ആവർത്തിച്ച് പഠിച്ചതാണ്. സ്വന്തം രക്തവും ജീവിതവും നൽകിയ ധീരദേശാഭിമാനികളെ നാം വികാരപൂർവം സ്നേഹപൂർവം ഓർമ്മിക്കുന്ന ഘട്ടമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അണ്ടർതികൾ. നാം ഉറക്കെ പറയേണ്ടിയിരിക്കുന്നു, വൈദേശിക ശക്തികളിൽ നിന്ന് പട്ടപൊരുതി നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം ഏതൊരു മഹാത്മാക്കളാണോ നേടിയെടുത്തത്, അവരുടെ സിരകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തവും അവർക്കുണ്ടായിരുന്ന സ്വാതന്ത്ര്യദാഹവും ഒട്ടും കുറയാതെ ആവാഹിക്കുന്ന ഒരു തലമുറയാകുന്നു നമ്മൾ എന്ന്. പീരങ്കികൾക്കും വെടിയുണ്ടകൾക്കും മുമ്പിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഒരൽപ്പം പോലും പതറിയില്ല. അവിടെ സ്വാതന്ത്ര്യദാഹത്തെ കുറയ്ക്കാൻ, അതിൻ്റെ തിളക്കം കുറയ്ക്കാൻ
തൂക്കുമരങ്ങൾക്കായില്ല. ജയിലറകൾ അവരെ ഈ ആവേശങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല എന്നുള്ളത് ചരിത്ര സത്യമാണ്. അങ്ങനെ നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെടാൻ അനുവദിക്കുന്നില്ല എന്ന പ്രഖ്യാപനമാണ് ഈ മഹത്തുക്കളുടെ ത്യാഗങ്ങളെ ഓർക്കുന്ന ഈ സന്ദർഭത്തിൽ നാം പുതുക്കേണ്ടത്. നമ്മുടെ രാഷ്ട്രപിതാവിനും നമ്മുടെ ഭരണഘടനാ ശില്പികൾക്കും വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളെ പുതിയ തലമുറകൾക്ക് കൈമാറിക്കൊണ്ടാണ് അവർ ഈ ലോകം വിട്ടു പിരിഞ്ഞത്. ആ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകാനുള്ള പ്രയത്നങ്ങൾ നാം തുടർന്നേ തീരൂ എന്ന് നമ്മൾ പ്രഖ്യാപിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ നാട് കാത്തു സൂക്ഷിക്കുന്ന മതനിരപേക്ഷതയുടെ, മതേതരത്വത്തിന്റെ, സെക്യുലറിസത്തെ ഒരൽപ്പം പോലും തകരാതെ നിലനിർത്താനുള്ള അതീവ ജാഗ്രത നമുക്കുണ്ടായേ തീരൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം പ്രഘോഷിക്കുന്ന പ്രഖ്യാപനമാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളത്. ധാരാളം മതങ്ങളും ജാതികളും ഉപജാതികളും വ്യത്യസ്തങ്ങളായ ഭാഷകളും വർണ്ണങ്ങളും ഒക്കെ നിലകൊള്ളുന്ന ഈ നമ്മുടെ നാട്, അതോടൊപ്പം തന്നെ ഈ വൈവിധ്യങ്ങളോടൊപ്പം ഏകമാണ്, ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് നമ്മുടെ ഈ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളത്. ഈ സാഹോദര്യത്തെ കാത്തു സൂക്ഷിക്കാൻ, ഈ ഒരുമയെ കാത്തു സൂക്ഷിക്കാൻ, നമ്മുടെ നാടിന്റെ അഭിമാനബോധത്തെ കാത്തു സൂക്ഷിക്കാൻ ഇനിയും തെരുവിലിറങ്ങേണ്ടി വന്നാൽ, ഇനിയും ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭൂമികയിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ തയ്യാറാണ് എന്നുള്ള പ്രഖ്യാപനം കൂടിയാകണം നമ്മുടെ സമര ഒത്തുകൂടലുകൾ. നമ്മുടെ രാഷ്ട്ര പതാകയെ ഇകഴ്ത്തുന്നവരുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് നമ്മുടെ നാടിനെ മോചിപ്പിക്കാനുള്ള സമരം, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാവിന്റെ നെഞ്ചിലേക്ക് വെടിയുതിർത്തവരുടെ കൈകളിൽ നിന്ന് നമ്മുടെ നാടിനെ സംശുദ്ധമാക്കാനുള്ള സമരം, മനുഷ്യനെ നിഷ്ഠൂരമായി അക്ഷരാർത്ഥത്തിൽ തല്ലിക്കൊല്ലുകയും പച്ചക്ക് തന്നെ കത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭീകര കാട്ടാളരിൽ നിന്ന് നമ്മുടെ നാടിനെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ജാഗ്രത, അതാണ് നാം ഈ സമരങ്ങളിലൂടെയും ഒത്തുകൂടലുകളുടെയും ഒക്കെ രാജ്യത്തിന് പകർന്നു നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്നുള്ളത്. ചെറുപ്പം മുതൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഉമ്മറപ്പടികളിൽ നിന്നുകൊണ്ട് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമ്മളെടുക്കുന്ന പ്രതിജ്ഞയുണ്ട്, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഓരോ ഇന്ത്യക്കാരനും എൻ്റെ സഹോദരന്മാരാണ് എന്നുള്ളത്. അങ്ങനെ ഇന്ത്യയിൽ ജനിച്ചു വീണ എല്ലാ ജാതി മത വർഗങ്ങളും എൻ്റെ സഹോദരങ്ങൾ മാത്രമാണ്, സാഹോദര്യത്തിനപ്പുറത്തൊന്നുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആ സാഹോദര്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് നാം എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ഒത്തുകൂടൽ കൂടിയാണ് ഇത്. ഉൾപ്പുളകത്തോടെ നാം ആലപിക്കുന്ന അല്ലാമ ഇക്ബാലിന്റെ വരികളുണ്ട്, ലോകത്തെ ഏറ്റവും നല്ല രാജ്യം എൻ്റെ രാജ്യമാണ്, സാരേ ജഹാ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാരാ, ഹിന്ദുസ്ഥാൻ എൻ്റെ രാജ്യമാണ്, ലോകത്തെ ഏറ്റവും ഉജ്ജ്വലമായ രാഷ്ട്രം എന്നുള്ളത്. അങ്ങനെ അത് യാഥാർത്ഥ്യമായി നിലനിർത്താൻ ഉള്ള ഒരു സമര പരിപാടിയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, സാഹോദര്യത്തിന്റെ ഒരു ഇന്ത്യയുടെ ഈടുവെപ്പിന് നമുക്ക് ഇങ്ങനെയുള്ള ഒരുമിച്ച് കൂടൽ നിമിത്തമാകേണ്ടതുണ്ട്. സഹവർത്തിത്വം പൂത്തു നിൽക്കുന്ന ഒരു ഇന്ത്യ, സഹാനുഭൂതിയുടെ നാട്, പരസ്പര സ്നേഹത്തിന്റെ ഒരു ഇടം, വൈവിധ്യങ്ങളുടെ പൂന്തോട്ടങ്ങളിലൂടെ പാറിപ്പറക്കുന്ന ബുൽബുലുകൾ, കുരുവികളായി ഓരോ പൗരനും മാറുന്ന ഒരു നല്ല രാഷ്ട്രം, അതുതന്നെയാണ് നമ്മുടെ മുൻഗാമികളുടെ സ്വപ്നം. അതായിരുന്നു അവിടെ പ്രയത്നം. ആ പ്രയത്നം നമുക്ക് തുടരുക തന്നെ വേണം. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. അങ്ങനെ അന്തരംഗങ്ങൾ അഭിമാനം കൊണ്ട് ഉയരുമാറുള്ള ഒരു രാഷ്ട്രത്തെ, പാരമ്പര്യമുള്ള ഒരു നാടിനെ നിലനിർത്താനും ഇവിടെ ജനിച്ചവർക്ക് മുഴുവൻ ജീവിക്കാനും ഉള്ള ഒരവസരം, ഏറ്റവും വലിയ ശക്തി ജനമാണ് എന്നുള്ള ജനാധിപത്യത്തിന്റെ ഉന്നത മൂല്യങ്ങളെ നിലനിർത്താനുള്ള നമ്മുടെ പ്രതിജ്ഞ, അതൊക്കെയാകട്ടെ നമ്മുടെ ഈ സമരത്തിന്റെ സന്ദേശം. അങ്ങനെ സമാധാനവും സഹവർത്തിത്വവും പുത്തുലഞ്ഞു നിൽക്കുന്ന ഒരു നല്ല ഇന്ത്യക്ക് വേണ്ടി നമുക്ക് പണിയെടുക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പരിപാടിയെ ശ്രവിച്ച എല്ലാ എൻ്റെ സഹോദരങ്ങൾക്കും ഇതിൽ പങ്കെടുത്ത വിശിഷ്ടാതിഥികൾക്കും ഹൃദയം തുറന്ന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.